ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ तं സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നവമസ്കന്ധം 10-ാം അധ്യായം ശ്രീരാമ അവതാര ചരിത്രം. രാമായണ കഥ ചുരുക്കി കാണുകയാണ്. 33-ാം ശ്ലോകം വരെ നമ്മൾ രാവിലെ കണ്ടു. ഇനി തുടർന്ന് കാണണം. 56 ശ്ലോകങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. നമുക്ക് എത്രത്തോളം കാണാൻ പറ്റും നോക്കാം. നമുക്കിപ്പോ 29-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ശ്രീശുക ഉവാച എന്നുള്ളവിടുന്ന് വായിക്കാം. 29 മുതൽ അവസാനം വരെ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ ദശമോധ്യായഃ. ശ്രീശുക ഉവാച. 29-ാം ശ്ലോകം. സ്വാനാം വിഭീഷണശ്ചക്രേ കോസലേന്ദ്രാനുമോദിതഃ പിതൃമേധവിധാനേന യദുക്തം സാംപരായികം തതോ ദദർശ ഭഗവാൻ അശോകവനികാശ്രമേ ക്ഷാമാം സ്വവിരഹവ്യാധിം ശിംശപാമൂലമാസ്ഥിതാം രാമഃ പ്രിയതമാം ഭാര്യാം ദീനാം വീക്ഷ്യാന്വകമ്പത ആത്മസന്ദർശനാഹ്ലാദ വികസന്മുഖപങ്കജാം ആരോപ്യാരുരുഹേ യാനം ഭ്രാതൃഭ്യാം ഹനുമദ്യുതഃ വിഭീഷണായ ഭഗവാൻ ദത്വാ രക്ഷോഗണേ സതാം ലങ്കാം ആയുശ്ച കൽപാന്തം യയൗ ചീർണവ്രതഃ പുരീം അവഗീര്യമാണകുസുമൈഃ ലോകപാലാർപ്പിതൈഃ പദി ഉപഗീയമാനചരിതഃ ശതധൃത്യാദിഭിർമുദാ ഗോമൂത്രയാവകം ശ്രുത്വാ ഭ്രാതരം വൽക്കലാംബരം മഹാകാരുണികോ തപ്യത് ജടിലം സ്തണ്ഡിലേശയം ഭരതഃ പ്രാപ്തമാകർണ്യ പൗരാമാപ്യ പുരോഹിതൈഃ പാദുകേ ശിരസിന്യസ്യ രാമം പ്രത്യുദ്യതോഗ്രജം നന്ദിഗ്രാമാത് സ്വശിബിരാത് ഗീതവാദിത്രനിസ്വനൈഃ ബ്രഹ്മഘോഷേണ ച മുഹുഃ പടദ്ഭിഃ ബ്രഹ്മവാദിഭിഃ സ്വർണകക്ഷപതാകാഭിഃ ഹൈമൈശ്ചിത്രധ്വജൈരഥൈഃ സദസ്വൈ രുക്മസന്നാഹൈഃ ഭടൈ പുരണവർമ്മഭിഃ ശ്രേണീഭിർവാരമുഖ്യാഭിഃ ഭൃത്യൈശ്ചൈവ പദാനുഗൈഃ പാരമേഷ്ട്യാന്യുപാദായ പണ്യാന്യുച്ഛാവചാനി ച പാദയോർന്യപതത് പ്രേംണാ പ്രക്ലിന്ന ഹൃതയേക്ഷണഃ പാദുകേന്യസ്യ പുരതഃ പ്രാഞ്ജലിർബാഷ്പലോചനഃ സമാശ്ലിഷ്യ ചിരം ദോർഭ്യാം സ്നാപയൻ നേത്രജൈർജലൈഃ രാമോ ലക്ഷ്മണസീതാഭ്യാം വിപ്രേഭ്യോ യോ അർഹസത്തമാഃ തേഭ്യഃ സ്വയം നമശ്ചക്രേ പ്രജാഭിശ്ച നമസ്കൃതഃ ദുന്വന്ത ഉത്തരാസംഗാൻ പതിം വീക്ഷ്യ ചിരാഗതം ഉത്തരാ കോസലാ മാല്യൈഃ കിരന്തോ നൃതുർമുദാ പാദുകേ ഭരതോ അഗൃഹ്ണാത് ചാമരവ്യജനോത്തമേ വിഭീഷണഃ സ സുഗ്രീവഃ സ്വേദച്ഛത്രം മരുത്സുതഃ ധനുർനിഷങ്കാൻ ശത്രുഘ്നഃ സീതാതീർത്ഥകമണ്ഡലും അഭിഭ്രതംഗതഗഡ്ഗം ഹൈമം ചർമ്മഋക്ഷരാട് നൃപ പുഷ്പകസ്ഥോന്വിതഃ സ്ത്രീഭിഃ സ്തൂയമാനശ്ച വന്ദിഭിഃ വിരേജേ ഭഗവാൻ രാജൻ ഗ്രഹൈശ്ചന്ദ്രൈവോദിതഃ
ഭ്രാതൃഭിർനന്ദിതസ്സോപി സോത്സവാം പ്രാവിശത്പുരീം പ്രവിശ്യ രാജഭവനം ഗുരുപത്നീഃ സ്വമാതരം ഗുരൂൻ വയസ്യാവരജാൻ പൂജിതഃ പ്രത്യപൂജയത് വൈദേഹി ലക്ഷ്മണശ്ചൈവ യഥാവത് സമുപേയതുഃ പുത്രാൻ സ്വമാതരസ്താസ്തു പ്രാണാംസ്തന്വൈവോക്തിതാഃ ആരോപ്യാംഗേഭിഷിഞ്ചന്ത്യോ ബാഷ്പൗകൈർവിജഹുഃ ജടാ നിർമുച്യ വിധിവത് കുലവൃദ്ധൈ സമം ഗുരുഃ അഭ്യഷിഞ്ചത് യഥൈവേന്ദ്രം ചതുസ്സിന്ധുജലാദിഭിഃ ഏവം കൃതശിരസ്നാനഃ സുവാസാസ്രഗ്വ്യലങ്കൃതഃ സ്വലങ്കൃതൈ സുവാസോഭിഃ ഭ്രാതൃഭിർഭാര്യയാ ബഭൗ അഗ്രഹീദാസനം ഭ്രാത്രാ പ്രണിപത്യ പ്രസാദിതഃ പ്രജാ സ്വധർമ്മനിരതാ വർണ്ണാശ്രമഗുണാന്വിതാഃ ജുഗോപ പിതൃവദ് രാമോ മേനിരേ പിതരം ച തം ത്രേതായാം വർത്തമാനായാം കാലകൃതസമോഭവത് രാമേ രാജനി ധർമ്മജ്ഞേ സർവഭൂതസുഖാവഹേ വനാനി നദ്യോ ഗിരയോ വർഷാണി ദ്വീപസിന്ധവഃ സർവേ കാമദുഃഖാ ആസൻ പ്രജാനാം ഭരതർഷഭ നാദിവ്യാധിജ്ജരാഗ്ലാനി ദുഃഖശോകഭയക്ലമാഃ മൃത്യുശ്ചാനിച്ഛതാം നാസീത രാമേ രാജന്യദോക്ഷജേ ഏകപത്നീ വ്രതധരോ രാജർഷി ചരിതഃശുചിഃ സ്വധർമ്മം ഗൃഹമേദീയം ശിക്ഷയൻ സ്വയമാചരത് പ്രേമ്ണാ അനുവൃത്യാ ശീലേന പ്രശ്രയാവനതാ സതി ധിയാ ഹ്രിയാ ച ഭാവജ്ഞാ ഭർത്തുഃ സീതാഹരന്മനഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ രാമചരിതേ ദശമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം. നാരായണ. നാരായണ. ഭാഗവതം നവമസ്കന്ധം 10-ാം അധ്യായം രാമായണ കഥ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 20-ാം ശ്ലോകം മുതൽക്ക് 33 അല്ലെങ്കിൽ 34-ാം ശ്ലോകം വരെ കണ്ടു. രാമരാവണ യുദ്ധവും രാമൻ രാവണനെ വധിച്ചതും രാക്ഷസ സ്ത്രീകൾ മണ്ഡോദരിയുടെ നേതൃത്വത്തിൽ മാറത്തലച്ച് കരഞ്ഞ് നിലവിളിച്ച കഥയും രാവണന്റെ കാമം ആണ് ഈ സർവനാശത്തിന് കാരണം, ഈ ഒരു അവസ്ഥയെ പ്രാപിക്കാൻ കാരണം എന്നെല്ലാമുള്ള അവരുടെ വിലാപമെല്ലാം വർണ്ണിച്ചു. അതിനുശേഷം വിഭീഷണൻ തന്റെ ജ്യേഷ്ഠന്മാർക്കും മറ്റു ബന്ധുക്കൾക്കുമൊക്കെ ആയിട്ട് സംസ്കാര കർമ്മങ്ങളും മറ്റ് പിണ്ട ഉദക ക്രിയകളും എല്ലാം വിധിപ്രകാരം ചെയ്തു. രാമനാൽ പ്രേരിതനായിട്ട് വിഭീഷണനെ രാമൻ ലങ്കയുടെ ഉടമസ്ഥനാക്കി മാറ്റി. സീതയെ ശിംശപാവൃക്ഷ മൂലത്തിൽ വെച്ച് സ്വീകരിച്ചു കണ്ടു. പിന്നീട് സീതയെ യാനത്തിൽ അഥവാ പുഷ്പക വിമാനത്തിൽ കയറ്റിക്കൊണ്ട് തന്റെ സഹോദരനായ ലക്ഷ്മണനോടും സുഗ്രീവനോടും ഹനുമാൻ സ്വാമിയോടുമെല്ലാം കൂടി അയോധ്യയിലേക്ക് പുറപ്പെട്ടു. ദേവന്മാരാൽ പുഷ്പവൃഷ്ടി ചെയ്യപ്പെട്ടവനായിട്ട്
ബ്രഹ്മാദി ദേവകളാൽ സ്തുതിക്കപ്പെട്ടവനായിട്ട്. അവഗീര്യമാണ കുസുമൈഹി ലോകപാലാർപ്പിതൈഃ പതി ഉപഗീയമാന ചരിത സതധൃത്യാദിഭിർ മുത. അതുവരെയാണ് പറഞ്ഞത്. അത് എന്താ പറയുക, നമ്മുടെ പുസ്തകത്തിലെ 34-ാം ശ്ലോകത്തിലെ അർദ്ധശ്ലോകം വരയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഉപഗീയമാന ചരിത സതധൃത്യാദിഭിർ മുത. പക്ഷെ അത് അന്വയിക്കേണ്ടത് 33-ന്റെ കൂടെയാണ്. 33-ലെ അവഗീര്യമാണ കുസുമൈർ ലോകപാലാർപ്പിതൈഃ പതി എന്നതിന്റെ കൂട്ടത്തിൽ ചേർക്കേണ്ടതാണ്. ഇനി അയോധ്യയിൽ അല്ലെങ്കിൽ നന്ദിഗ്രാമത്തിൽ ഭരതനെക്കുറിച്ച് അറിയണം. ഭരതൻ എങ്ങനെയാണ് ഒരു താപസനെ പോലെ ശ്രീരാമപാദുകങ്ങളെ പൂജിച്ചുകൊണ്ട് ആ രാജ്യഭാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്ന അല്ലെങ്കിൽ തുടരുന്നത്. പിന്നീട് ആ ഭരതൻ രാമനെയും ലക്ഷ്മണനെയും സീതയെയും ഒക്കെ സ്വീകരിച്ച് പുഷ്പക വിമാനത്തിൽ തന്നെ അവര് വീണ്ടും അയോധ്യയിലേക്ക് പോകുന്നത്. ഇപ്പൊ നന്ദിഗ്രാമത്തിലാണ് ആദ്യത്തെ സ്വീകരണം. അത് കഴിഞ്ഞ് അയോധ്യയിലേക്ക് പോയി അവിടെ നിന്ന് പിന്നീട് വിധിപ്രകാരമുള്ള രാമാഭിഷേകം, പട്ടാഭിഷേകം, ഇതൊക്കെയാണ് വർണ്ണിക്കുന്നത്. അത് കഴിഞ്ഞ് രാമന്റെ രാജ്യഭാരം എങ്ങനെയായിരുന്നു എന്നുള്ളതും കൂടി പറഞ്ഞുകൊണ്ടാണ് രാമായണത്തിൽ എങ്ങനെയാണോ യുദ്ധകാണ്ഡത്തിന്റെ അവസാന ഭാഗം വർണ്ണിച്ചിരിക്കുന്നത് അതേപോലെ ചുരുക്കിയിട്ട് നമുക്ക് നോക്കാം. ഗോമൂത്രയാവകം ശ്രുത്വാ ഭ്രാതരം വൽക്കലാംബരം മഹാകാരുണികോതപ്യത ജഡിലം സ്തണ്ഡിലേശയം. ഇങ്ങനെ ശ്ലോകങ്ങള് എന്താ പറയുക, അന്വയിക്കുമ്പോൾ അടുത്തടുത്ത വരിയിലുമായിട്ടാണ് ചേർന്ന് പോകുന്നത്. അടുത്തടുത്ത ശ്ലോകങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നു. അപ്പോൾ എന്താ പറയുക, നമ്പറിംഗ് മൂലത്തിൽ വ്യത്യാസമുണ്ട്. നമുക്ക് അന്വയിക്കുന്ന ക്രമത്തിൽ പോകാം. ഗോമൂത്രയാവകം ശ്രുത്വാ ഭ്രാതരം വൽക്കലാംബരം മഹാകാരുണികോതപ്യത ജഡിലം സ്തണ്ഡിലേശയം. ഗോമൂത്രയാവകം ഭ്രാതരം വൽക്കലാംബരം ശ്രുത്വ, അതുപോലെ ജഡിലം സ്തണ്ഡിലേശയം ഭ്രാതരം ശ്രുത്വ മഹാകാരുണിക അതപ്യത. മഹാകാരുണിക എന്ന് പറഞ്ഞത് ശ്രീരാമസ്വാമിയെ. മഹാകാരുണ്യമൂർത്തിയായ ഭഗവാൻ ശ്രീരാമസ്വാമി അതപ്യത. അതപ്യത എന്ന് പറഞ്ഞാൽ തപിച്ചു. വല്ലാത്ത വിഷമം, ദുഃഖമുണ്ടായി അദ്ദേഹത്തിന്. എന്ത് കേട്ടിട്ട്? ശ്രുത്വ എന്ന് പറഞ്ഞു. ഭ്രാതരം, സഹോദരനെ കുറിച്ച് കേട്ടിട്ട്. അപ്പൊ കീദൃശഃ സഹോദരഃ, ആ സഹോദരനെ വിശേഷിപ്പിച്ച വിശേഷണങ്ങളാണ് ഗോമൂത്രയാവകം, വൽക്കലാംബരം, ജഡിലം, സ്തണ്ഡിലേശയം. 4 വിശേഷണങ്ങള് ഭ്രാതാവിനെ വിശേഷിപ്പിച്ചതാണ്. അപ്പൊ അതൊന്നിച്ചാണ് അന്വയിക്കേണ്ടത്. മഹാകാരുണിക അതപ്യത. അപ്പോ എങ്ങനെയൊക്കെയുള്ളവനായിരുന്നു ഈ ഭ്രാതാവ്? ഗോമൂത്രയാവകം, ഗോമൂത്രയാവക എന്നുള്ളതിന്റെ ദ്വിതീയാണ്. ഭ്രാതരം എന്ന് പറയുമ്പോൾ ദ്വിതീയയിലാക്കി. ഭ്രാതാവിനെ എന്നുവെച്ചാൽ ഭ്രാതാവിനെ കുറിച്ച് എന്ന അർത്ഥത്തിലാണ്. എങ്ങനെയുള്ളവൻ? ഗോമൂത്രയാവകൻ എന്ന് പറഞ്ഞാൽ ഗോമൂത്രം, പശുവിന്റെ മൂത്രം, അതില് യാവകം എന്ന് പറഞ്ഞാൽ യവം എന്നുള്ളതായിട്ടുള്ള ധാന്യത്തെ ഗോമൂത്രത്തിൽ പാചകം ചെയ്ത് കഴിക്കുന്നവൻ. ഭരതൻ അങ്ങനെയായിരുന്നു. വനവാസം ചെയ്യുന്നതിന് പകരമായിട്ട് ജ്യേഷ്ഠൻ വനവാസം ചെയ്യുന്നു താൻ കാരണമായിട്ട്, അല്ലേ? തന്റെ അമ്മ തനിക്ക് രാജ്യം കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ പേരും പറഞ്ഞിട്ടാണ് ജ്യേഷ്ഠനെ വനത്തിലേക്ക് 14 വർഷം അയച്ചത്. ജ്യേഷ്ഠൻ മാത്രമല്ല, അനുജനായ ലക്ഷ്മണനും ജ്യേഷ്ഠ പത്നിയായ സീതയും 3 പേർ താൻ നിമിത്തമായിട്ട് വനത്തിൽ കഷ്ടപ്പെടുകയാണ്.
അപ്പൊ അവര് വനത്തില് എങ്ങനെയാണോ കഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കുക, അതേ രീതിയിൽ ഒരു വനവാസിയെ പോലെ, ഒരു വാനപ്രസ്ഥനെ പോലെ ഉള്ള വ്രതമാണ് ഭരതനും നയിച്ചത്. അതാണ് ജഡിലം എന്ന് പറഞ്ഞിട്ടുണ്ട്, വൽക്കലാംബരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൽക്കലം എന്ന് പറഞ്ഞാൽ മരവിരി. അപ്പൊ ജ്യേഷ്ഠൻ വനത്തിലേക്ക് പോകുമ്പോൾ മരവിരി ധരിച്ചതുപോലെ തന്നെ ഈ ഭരതനും മരവിരി ധരിച്ചുകൊണ്ടാണ് വൽക്കലാംബരധാരിയായി ജഡിലൻ ജട വളർത്തിക്കൊണ്ട്, തലമുടി ജട പിടിപ്പിച്ചുകൊണ്ട് ഒരു വനവാസിയെ പോലെ സ്തണ്ടിലേ ശയം എന്നും പറഞ്ഞു. സ്തണ്ടിലം എന്നാൽ നിലം, ഭൂമി എന്നർത്ഥം. തറയിൽ ശയിക്കുന്നവനായിട്ട്, കട്ടിലിലോ മഞ്ചത്തിലോ ഒന്നുമല്ല കിടക്കുന്നത്, പിന്നെയോ നിലത്ത് കിടക്കുന്നവനായിട്ട്. കാരണം രാമൻ നിലത്താ കിടക്കുന്നത്. സീതാദേവിയും ലക്ഷ്മണനും കിടക്കുകയാണെങ്കിൽ നിലത്താ കിടക്കുന്നത്. അപ്പൊ പിന്നെ താൻ മാത്രം മഞ്ചത്തിൽ കിടക്കുന്നതിന് അദ്ദേഹത്തിന് സമ്മതമായിരുന്നില്ല. അതുകൊണ്ട് നിലത്ത് കിടക്കുന്നവനും സ്തണ്ടിലേ ശയം ജഡിലം വൽക്കലാംബരം ഗോമൂത്രയാവകം, ഭക്ഷണം കഴിക്കുന്നത് ഗോമൂത്രത്തിൽ പുഴുങ്ങിയ യവം എന്നതായിട്ടുള്ള ധാന്യം അന്നമായിട്ട് കഴിക്കുന്നവനും. അങ്ങനെയുള്ള ഭ്രാതരം ശ്രുത്വ, സഹോദരനെ കുറിച്ച് കേട്ടിട്ട് മഹാകാരുണിക രാമ അതപ്യത്, കരുണാമൂർത്തിയായ രാമൻ തപിച്ചുവല്ലാതെ എന്നർത്ഥം. തന്റെ സഹോദരന്റെ ആ ഒരു തപസ്സിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ത്യാഗത്തെ, മാഹാത്മ്യത്തെ എല്ലാം അറിഞ്ഞിട്ട്, നമ്മുടെ ഭരദ്വാജനിൽ നിന്നും ആണ് ഈ വിവരങ്ങളെല്ലാം അറിയുന്നത് രാമൻ, അല്ലെ? ഭരദ്വാജ ആശ്രമത്തിൽ ഇറങ്ങി ഹനുമാൻ സ്വാമിയെ മുമ്പേ അയക്കുന്നു ദൂതനായിട്ട്. അതിന്റെ ഇടയ്ക്ക് ഭരദ്വാജ മഹർഷി തന്നെയാണ് ഇതെല്ലാം രാമന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അറിഞ്ഞിട്ട് ശ്രുത്വാ എന്ന് ഭരതഃ പ്രാപ്തമാകർണ്യ പൗരാമാത്യ പുരോഹിതൈഃ പാതുകേ ശിരസിന്യസ്യ രാമം പ്രത്യുദ്യതോഗ്രജം. അങ്ങനെയാണ് രണ്ടുപേരി അന്വയിക്കേണ്ടത്. ഭരതഃ പ്രാപ്തമാകർണ്യ പൗരാമാത്യ പുരോഹിതൈഃ പാതുകേ ശിരസിന്യസ്യ രാമം പ്രത്യുദ്യതോഗ്രജം. ഭരതഃ പ്രാപ്തം ആകർണ്യ, ഭരതൻ പ്രാപ്തം, ആര് പ്രാപ്തം? രാമം എന്ന് അടുത്ത വരിയിലാ വരുന്നത്. അപ്പൊ ആ വരി ഇതിനോട് ചേർക്കണം. രാമം പ്രാപ്തം ആകർണ്യ, രാമനെ കുറിച്ച് പ്രാപ്തനെന്ന് ആകർണനം ചെയ്ത് ശ്രവിച്ചിട്ട് കേട്ടിട്ട് രാമൻ വന്നു ചേർന്നു എന്നറിഞ്ഞിട്ട് എന്ത് ചെയ്തു? അഗ്രജം പ്രതി ഉദ്യത, അഗ്രജം പ്രതി ജ്യേഷ്ഠന്റെ നേർക്ക് ഉദ്യത പ്രയത്നം ചെയ്യുന്നവനായി, എഴുന്നേറ്റ് എതിരേൽക്കുന്നവനായി ഭവിച്ചു എന്നർത്ഥം. എങ്ങനെ? പൗരാമാത്യ പുരോഹിതൈഹി സഹ പാതുകേ ശിരസി ന്യസ്യ. ആ നന്ദിഗ്രാമത്തിലുണ്ടായിരുന്ന പൗരപ്രമുഖരും അമാത്യന്മാർ, മന്ത്രിമാരും പുരോഹിതന്മാരായിട്ടുള്ള ബ്രാഹ്മണരായിട്ടുള്ള ആളുകളെയും മുൻനിർത്തിക്കൊണ്ട് ഒപ്പം പാതുകേ ശിരസി ന്യസ്യ. പാതുകേ എന്ന് പറഞ്ഞാൽ ദ്വേ പാതുകേ, രാമന്റെ രണ്ട് മെതിയടികൾ എന്നർത്ഥത്തിലാണ്. ഏകം പാതുകം, ദ്വേ പാതുകേ, ത്രീണി പാതുകാനി, ബഹുവചനം പാതുകാനി. ഇവിടെ ദ്വേ പാതുകെ, അപ്പൊ രണ്ട് മെതിയടികളെയും ശിരസി ന്യസ്യ, തന്റെ ശിരസിലെടുത്ത് വെച്ചിട്ട് ഭക്തിപൂർവം രാമനെ എതിരേൽക്കുകയാണ്. രാമം പ്രതി, രാമം അഗ്രജം പ്രതി, രാമനാകുന്ന ജ്യേഷ്ഠന്റെ നേർക്ക് ഉദ്യതനായി വന്നു. ആര്? ഭരതഃ. പൗരന്മാരോടും അമാത്യന്മാരോടും പുരോഹിതന്മാരോടും കൂടിയവനായിട്ട്. നന്ദിഗ്രാമാത് സ്വശിബിരാത് ഗീതവാദിത്ര നിസ്വനൈഃ ബ്രഹ്മഘോഷേണ ച മുഹുഃ പഠദ്ഭിഃ ബ്രഹ്മവാദിഭിഃ. നന്ദിഗ്രാമാത് സ്വശിബിരാത് ഗീതവാദിത്ര നിസ്വനൈഃ ബ്രഹ്മഘോഷേണ ച മുഹുഃ പഠദ്ഭിഃ ബ്രഹ്മവാദിഭിഃ. എവിടുന്നാണ് പുറപ്പെടുന്നത് എന്ന് പറയണം. നന്ദിഗ്രാമാത്, നന്ദിഗ്രാമം അയോധ്യ നഗരത്തിലല്ല ഭരതൻ താമസിക്കുന്നത്. ഭരതൻ രാമന്റെ പാതുകം വെച്ച് പൂജിക്കുന്നത്. കാരണം നഗരം കണ്ടുകഴിഞ്ഞാൽ, ആ നഗരത്തിലെ സൗകര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ തനിക്ക് ഭ്രമം വന്നാലോ, അല്ലേ? അവിടുത്തെ സിംഹാസനവും രാജകൊട്ടാരവും രാജകീയ സൗകര്യങ്ങളൊക്കെ തന്നെ ഭ്രമിപ്പിച്ച് അറിയാതെ താൻ തന്റെ പ്രതിജ്ഞ മറന്ന്, തപസ്സു മറന്ന് സിംഹാസനത്തിൽ ഇരുന്നാലോ
അങ്ങനെ ഇരിക്കാൻ ഒരിക്കലും പാടുള്ളതല്ല. തനിക്ക് അർഹതപ്പെട്ടതേ അല്ല അത് ജ്യേഷ്ഠന്റെ മാത്രമാണ് എന്നുള്ള ദൃഢമായിട്ടുള്ള ആ വ്രതമാണ് അദ്ദേഹത്തെ നഗരത്തിൽ നിന്ന് അകറ്റി നിർത്തിയത്. മാത്രമല്ല, ജ്യേഷ്ഠൻ വനവാസിയായി കഴിയുമ്പോൾ താൻ പുരവാസിയാവാൻ പാടില്ല എന്ന് കരുതി താനും ഗ്രാമവാസിയായി. അങ്ങനെയാണ് നന്ദിഗ്രാമത്തിൽ താമസിക്കുന്നത്. അങ്ങനെ നന്ദിഗ്രാമാത് സ്വശിബിരാത്, സ്വശിബിരം എന്ന് പറഞ്ഞാൽ താൻ താമസിക്കുന്നതായിട്ടുള്ള ആ ഒരു ആശ്രമം അല്ലെങ്കിൽ ക്യാമ്പ്, അല്ലെ? ഒരു രാജാക്കന്മാർക്കൊക്കെ പല ഭാഗത്തും ക്യാമ്പുകൾ ഉണ്ടാവും. സമ്മർ പാലസ്, വിന്റർ പാലസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ രാജാക്കന്മാരുടെയും പ്രൗഢിക്ക് അനുസരിച്ച് അവർ തീർത്ഥാടനം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പാലസുകൾ. ഇപ്പൊ കേരളത്തിലെ രാജാക്കന്മാർക്കൊക്കെ കാശിയിലൊക്കെ പാലസ് ഉണ്ട്. അപ്പൊ അതുപോലെ ഇവിടെ ഇദ്ദേഹം നന്ദിഗ്രാമത്തില് തന്റെ ഭരണവ്യവസ്ഥകൾക്കായിക്കൊണ്ട് ശിബിരം സ്ഥാപിച്ചിട്ടുണ്ട്, ഒരു ക്യാമ്പ്. അതാണ് നന്ദിഗ്രാമാത് സ്വശിബിരാത്, തന്റെ ശിബിരത്തിൽ നിന്ന് ഗീതവാദിത്ര നിസ്വനൈഹി, ഗീതങ്ങളും വാദ്യങ്ങളും അതിന്റെയൊക്കെ ഘോഷങ്ങളോടുകൂടി, ശംഖം മുതലായ മംഗളധ്വനികളോടുകൂടി, ബ്രഹ്മഘോഷേണച്ച, ആരുടെ ബ്രഹ്മഘോഷം? ബ്രഹ്മവാദിഭിഹി, ബ്രഹ്മപഠദ്ഭിഹി, പഠദ്ഭിഹി ബ്രഹ്മവാദിഭിഹി. അപ്പോ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദം ഇവിടെ. അപ്പൊ വേദങ്ങളെ പഠിക്കുന്ന, ഉച്ചരിക്കുന്നതായിട്ടുള്ള ബ്രഹ്മവാദികൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, വേദത്തെ പറയുന്നവർ, വേദജ്ഞന്മാർ. ആ വേദജ്ഞന്മാരുടെ ബ്രഹ്മഘോഷേണ, വേദഘോഷത്തോടുകൂടി, അത് മുഹുഹു മുഹുഹു, വീണ്ടും വീണ്ടും അവർ പല സൂക്തങ്ങളും ഉച്ചത്തിൽ ചൊല്ലുന്നുണ്ട്. അങ്ങനെയുള്ള ബ്രാഹ്മണരുടെ വേദഘോഷങ്ങളോടും ഗീതവാദ്യാദി നിസ്വനങ്ങളോടും കൂടി നന്ദിഗ്രാമമാകുന്ന തന്റെ സ്വശിബിരത്തിൽ നിന്ന് അഗ്രജനെ എതിരേൽക്കാനായിട്ട് ശിരസിൽ അഗ്രജന്റെ പാദുകങ്ങളെ ധരിച്ചുകൊണ്ട് പൗരാമാത്യ പുരോഹിതന്മാരോടുകൂടി ഭരതൻ എതിരേൽക്കുകയാണ്. സ്വർണകക്ഷപതാകാഭിഃ ഹൈമൈശ്ചിത്രധ്വജൈരഥൈഃ സദശ്വൈരുക്മസന്നാഹൈഃ ഭടൈഃ പുരടവർമ്മഭിഃ. സ്വർണകക്ഷപതാകാഭിഃ ഹൈമൈശ്ചിത്രധ്വജൈരഥൈഃ സദശ്വൈരുക്മസന്നാഹൈഃ ഭടൈഃ പുരടവർമ്മഭിഃ. ഇനി എന്തൊക്കെയാണ് എതിരേൽക്കാനുള്ളതായിട്ടുള്ള ആലവാലങ്ങൾ? ഒരു രാജാവ് എഴുന്നള്ളുകയാണ്, രാമൻ എഴുന്നള്ളുകയാണ്. അപ്പൊ ആ രാമനെ സ്വീകരിക്കാനായിക്കൊണ്ട് ഭരതൻ വേണ്ട രീതിയിൽ തന്നെ ഔചിത്യത്തോടെ എല്ലാ ഉപചാരങ്ങളോടും കൂടെ എതിരേൽക്കുന്നു എന്ന് പറയുകയാണ്. അതാണ് സ്വർണകക്ഷ പതാകാഭിഹി. പതാകകൾ, കൊടിക്കൂറകൾ, അത് സ്വർണകക്ഷമുള്ളത് എന്ന് പറഞ്ഞാല് സ്വർണ എന്താ പറയുക, കരയുള്ളത്, കസവ് കരകളുള്ളതായിട്ടുള്ള പതാകകൾ. അങ്ങനെ കസവ് കരകളുള്ള പതാകകളോടും ഹൈമൈഹി ചിത്രധ്വജൈഹി, സ്വർണ നിർമ്മിതങ്ങളായ കൊടിമരങ്ങളും കൊടിക്കൂറകളും എല്ലാം കൊണ്ടും വിശേഷ വർണ്ണങ്ങളുള്ള ധ്വജങ്ങളും, രുക്മസന്നാഹൈഹി സദശ്വൈഹി, സദശ്വങ്ങൾ നല്ല കുതിരകളെ പൂട്ടിയതായിട്ടുള്ള രഥൈഹി, രഥങ്ങളുണ്ട്. ആ അശ്വങ്ങൾ എങ്ങനെയുള്ളത്? സ്വർണ സന്നാഹങ്ങളോട് കൂടിയത്. സന്നാഹം എന്ന് പറഞ്ഞാല് സമ്യക്കായി നഹിക്കപ്പെട്ടത്, ബന്ധിക്കപ്പെട്ടത്, സന്നദ്ധമാക്കിയത് എന്നൊക്കെ പറഞ്ഞാല് ആഭരണങ്ങളൊക്കെ ചാർത്തിയിട്ടുള്ളത്. കുതിരകൾക്കും ആഭരണങ്ങളൊക്കെ ചാർത്തിയിട്ടുണ്ട് എന്നർത്ഥം. കഴുത്തിലും ദേഹത്തുമൊക്കെ പലതരത്തിലുള്ള സ്വർണങ്ങളെ കൊണ്ടുള്ളതായിട്ടുള്ള പട്ടകളും നെക്ലേസ് പോലെയുള്ള ആഭരണങ്ങളൊക്കെ അണിയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സ്വർണ സന്നാഹങ്ങളോടുകൂടിയ സദശ്വങ്ങളെ പൂട്ടിയ രഥങ്ങളോടും പുരടവർമ്മഭിഹി ബടൈഹി, വർമ്മ എന്ന് പറഞ്ഞാൽ കവചം, പുരടവർമ്മ എന്ന് പറഞ്ഞാൽ സ്വർണ കവചം. അപ്പൊ സ്വർണവർണ്ണത്തിലുള്ള കവചങ്ങൾ ചാർത്തിയ ഭടന്മാരോടുകൂടിയും. അപ്പൊ ഭടന്മാരും ഒക്കെ കവചം ധരിച്ചിരിക്കുന്നത് സ്വർണം കൊണ്ടുള്ള കവചങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഭടന്മാരോടും രഥങ്ങളോടും കുതിരകളോടും എല്ലാമായിട്ട് എതിരേൽക്കുകയാണ് എന്ന് വെച്ചാൽ ഒരു ചതുരംഗ സൈന്യത്തോടുകൂടി തന്നെ രാമനെ എതിരേൽക്കുകയാണ് എന്നർത്ഥം. സ്വർണകക്ഷപതാകാഭിഃ ഹൈമൈശ്ചിത്രധ്വജൈരഥൈഃ സദശ്വൈരുക്മസന്നാഹൈഃ ഭടൈഃ പുരടവർമ്മഭിഃ ശ്രേണീഭിർവാരമുഖ്യാഭിഃ ഭൃത്യൈശ്ചൈവ പദാനുഗൈഃ
പാരമേഷ്ട്യാന്യുപാദായ പണ്യാന്യുച്ഛാവജാനി ച ശ്രേണീഭിഃ ഭാരമുഖ്യാഭിഃ ഭൃത്യൈശ്ചൈവ പദാനുഗൈഃ പാരമേഷ്ട്യാന്യുപാദായ പണ്യാന്യുച്ഛാവജാനി ച. ശ്രേണീഭിഃ, ശ്രേണികൾ എന്ന് പറഞ്ഞാൽ വ്യാപാര പ്രമുഖന്മാര്, വ്യാപാരികള്, വൈശ്യപ്രമുഖന്മാർ എന്നൊക്കെ അർത്ഥം, സമൂഹത്തിലെ ധനികന്മാരായിട്ടുള്ള ആളുകള്. അതുപോലെ വാരമുഖ്യാഭിഹി, വാരമുഖ്യകൾ എന്ന് പറഞ്ഞാൽ ദാസി സ്ത്രീകൾ, വേശ്യാസ്ത്രീകൾ എന്നൊക്കെ പറയാം, സുന്ദരികളായിട്ടുള്ള സ്ത്രീകള്, ദേവദാസികളും മറ്റുമൊക്കെ ആയിട്ടുള്ളവര്. അതുപോലെ പദാനുഗൈഹി ഭൃത്യൈഹി, പദങ്ങളെ കൊണ്ട് പാദങ്ങളെ കൊണ്ട് സഞ്ചരിക്കുന്നവരായ ഭൃത്യന്മാർ, കാലാൾ സൈന്യവും. പാരമേഷ്ട്യാനി ഉച്ചാവചാനി പണ്യാനി ഉപാദായ, പാരമേഷ്ട്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠങ്ങളായിട്ടുള്ള, ഉച്ചാവചാനി നാനാപ്രകാരത്തിലുള്ള, പണ്യാനി, പണ്യങ്ങൾ എന്നാൽ ദ്രവ്യങ്ങൾ, പലതരത്തിലെ സ്വീകരണ ദ്രവ്യങ്ങൾ, പഴങ്ങളാവാം, അതുപോലെ എന്താ പറയുക, സുഗന്ധദ്രവ്യങ്ങളാവാം, പൂക്കളാവാം, മാലകളാവാം, മംഗളദ്രവ്യങ്ങൾ സ്വീകരിക്കാനായിട്ട് താമ്പൂലം മുതലായവയാവാം. അങ്ങനെ തന്റെ ജ്യേഷ്ഠനാകുന്ന രാജാവിനെ എതിരേൽക്കാൻ എന്തൊക്കെ മംഗള വസ്തുക്കൾ സ്വീകരിക്കുമോ അതൊക്കെ, അങ്ങനെയുള്ള മംഗളദ്രവ്യങ്ങളോടുകൂടി, അതാണ് പാരമേഷ്ട്യാനി ഉച്ചാവചാനി പണ്യാനി ഉപാദായ. ഭഗവാന്റെ എഴുന്നള്ളത്ത് ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ താലപ്പൊലിയായിട്ട് എഴുന്നള്ളിക്കുക, അതുപോലെ ഇവിടെ ശ്രീരാമസ്വാമിയെ എതിരേൽക്കാനായിട്ട് ഉപാദായ സ്വീകരിച്ചുകൊണ്ട് ഇവരൊക്കെ നടന്നു എന്നർത്ഥം, ഘോഷയാത്രയായി എന്നർത്ഥം. എന്നിട്ടോ അതാ രാമനെ കാണുന്നു. രാമൻ പുഷ്പകം നിർത്തി ഭരതനെ സ്വീകരിക്കുന്നു. പാദയോർണ്യപതത് പ്രേംണ പ്രക്ലിന്ന ഹൃദയേക്ഷണഃ പാദുകേന്യസ്യ പുരതഃ പ്രാഞ്ജലിർബാഷ്പലോചനഃ. പാദയോർണ്യപതത് പ്രേംണ പ്രക്ലിന്ന ഹൃദയേക്ഷണഃ പാദുകേന്യസ്യ പുരതഃ പ്രാഞ്ജലിർബാഷ്പലോചനഃ. ആ രാമനെ കാണുന്ന ഭരതൻ പ്രേംണ പ്രക്ലിന്ന ഹൃദയേക്ഷണഃ, പ്രേമപാരവശ്യം കൊണ്ട് പ്രക്ലിന്നം, പ്രക്ലിന്നം പ്രകർഷേണ ക്ലേദമായത്, ക്ലിന്നമായത് എന്നാൽ ആർദ്രമായത്, നനഞ്ഞത് എന്നൊക്കെ അർത്ഥം. എന്താണ് ഹൃദയവും ഈക്ഷണവും? അപ്പൊ ഹൃദയവും വളരെ പ്രേമം കൊണ്ട് ആർദ്രമായി പരവശമായി, അതുപോലെ ഈക്ഷണം കണ്ണുകൾ ആനന്ദാശ്രുക്കളെ കൊണ്ട്, പ്രേമാശ്രുക്കളെ കൊണ്ട് നിറഞ്ഞൊഴുകുന്ന ആ ഭരതൻ എന്നർത്ഥം. പ്രേമണ പ്രക്ലിന്ന ഹൃദയേക്ഷണഃ പുരതഃ പാദുകേന്യസ്യ, രാമന്റെ പുരതഃ മുൻവശത്ത്, രാമന് പാദങ്ങൾക്ക് ചേർത്ത്, പാദുകേന്യസ്യ രണ്ട് പാദുകങ്ങളെയും കൊണ്ടുപോയി വെച്ചു കൊടുത്തു. ജ്യേഷ്ഠന്റെ പാദങ്ങൾക്ക് മുമ്പിൽ ആ പാദുകങ്ങളെ സമർപ്പിച്ചു. എന്തിന്റെ പ്രതീകമായിട്ട്? രാജ്യ സിംഹാസനത്തിന്റെ പ്രതീകമായിട്ട്. ഇതുവരയ്ക്കും ആ സിംഹാസനത്തെ ഭരിച്ചിരുന്നത് ഈ പാദുകങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതുവരയ്ക്കും അങ്ങ് തന്നെയാണ് ഭരിച്ചത്, ഇനിയും തുടർന്നും ഈ രാജ്യം അങ്ങ് തന്നെയാണ് ഭരിക്കേണ്ടത് എന്നുള്ള സൂചകമായിട്ട്. അല്ലാതെ ശ്രീരാമസ്വാമിക്ക് ചെരുപ്പ് ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു ചെരുപ്പിട്ട് കൊടുക്കൽ, അങ്ങനെയാണെങ്കിൽ വനത്തിലായിരുന്നു ചെരുപ്പ് വേണ്ടിയിരുന്നത്, അല്ലേ? വനത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ചെരുപ്പ് അഴിച്ചു മാറ്റുകയാണ് വേണ്ടത്. അപ്പൊ ഇത് പ്രതീകാത്മകമാണ് എന്തിന്റെ? രാജ്യത്തിന്റെ. ആ രാജ്യം ഈ പാദുകങ്ങളാണ് ഭരിച്ചിരുന്നത്, സിംഹാസനത്തിൽ ഈ പാദുകങ്ങളാണ് ന്യസിച്ചിരുന്നത്. ആ പാദുകങ്ങളെ പൂജിച്ചുകൊണ്ടാണ് ഭരതൻ ഭരണം നടത്തിയത്. അപ്പോൾ രാജ്യം അങ്ങയുടേതാണ്, ഞാൻ ഇതുവരേക്കും ആ രാജ്യത്തിൽ അല്പം പോലും എന്റേത് എന്നുള്ള മമത വെച്ചിട്ടേ ഇല്ല. അങ്ങയുടെ ഭൃത്യനായിട്ട് ഏറ്റവും നന്നായിട്ട് ഞാൻ രാജ്യഭാരം നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ രാജ്യം അങ്ങയുടെ തന്നെയാണ്. ഇതങ്ങ് ഇനി തിരസ്കരിക്കരുത്, ഇത് സ്വീകരിക്കണം എന്നുള്ള ഒരു ഭാവത്തിലാണ് ആ പാദുകങ്ങളെ കൊണ്ടുപോയി രാമന്റെ പുരതഃ ന്യസ്യ പാദുകേ പുരതഃ ന്യസ്യ പാദയോഹോ ന്യപതത്. രാമസ്യ പാദയോഹോ ന്യപതത്, രാമന്റെ രണ്ട് പാദങ്ങളിലേക്കും നിപതിച്ചു, വീണ ദണ്ഡ നമസ്കാരം ചെയ്തു, ആശ്രയം ചെയ്തു. പ്രാഞ്ജലിഹി, അഞ്ജലി കൂപ്പിയവനായിട്ട്, ബാഷ്പലോചന, ആനന്ദ ബാഷ്പങ്ങളോടുകൂടിയവനായിട്ട്, തസ്തൗ സ്ഥിതി ചെയ്തു, തിഷ്ഠനായി അവിടെ.
രാമന്റെ സമീപത്ത് ഭരതൻ അഞ്ജലി കൂപ്പിക്കൊണ്ട് കണ്ണുനീരോടുകൂടെ നിറകണ്ണുകളോടുകൂടെ ഏട്ടനെ വരവേറ്റുകൊണ്ട് ഏട്ടന്റെ മുമ്പിൽ ഏട്ടന്റെ ആജ്ഞയ്ക്കായിക്കൊണ്ട് കാത്ത് നിന്നു എന്നർത്ഥം. പാദയോർണ്യപദപ്രേംണ പ്രക്ലിന്ന ഹൃദയേക്ഷണഃ പാദുകേന്യസ്യ പുരതഃ പ്രാഞ്ജലിർബാഷ്പലോചനഃ തമാശ്ലിഷ്യ ചിരം ദോർഭ്യാം സ്നാപയൻ നേത്രജൈർജലൈഃ രാമോ ലക്ഷ്മണ സീതാഭ്യാം വിപ്രേഭ്യോ യേ അർഹസത്തമാഃ തേഭ്യഃ സ്വയം നമശ്ചക്രേ പ്രജാഭിശ്ച നമസ്കൃതഃ. തമാശ്ലിഷ്യ ചിരം ദോർഭ്യാം സ്നാപയൻ നേത്രജൈർജലൈഃ രാമോ ലക്ഷ്മണ സീതാഭ്യാം വിപ്രേഭ്യോ യേ അർഹസത്തമാഃ തേഭ്യഃ സ്വയം നമശ്ചക്രേ പ്രജാഭിശ്ച നമസ്കൃതഃ. തം ആശ്ലിഷ്യ ചിരം ദോർഭ്യാം തം ഭരതം എന്നർത്ഥം. ആ ഭരതനെ ചിരം ദോർഭ്യാം ആശ്ലിഷ്യ വളരെ നേരം ദോർഭ്യാന്ന് പറഞ്ഞാൽ പാണിഭ്യാം എന്നർത്ഥം. രണ്ട് കൈകളെ കൊണ്ട് വളരെ നേരം ആശ്ലേഷണം ചെയ്തിട്ട് രാമൻ ഭരതനെ കുറേ നേരം കെട്ടിപ്പിടിച്ചങ്ങോട്ട് നിന്നു എന്നർത്ഥം. ആ ഭരതന്റെ തപസ്, ഭരതന്റെ മാഹാത്മ്യം, ത്യാഗം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കരുണയോടുകൂടെ ആ രാമൻ സഹോദരനെ വാത്സല്യത്തോടെ പുണർന്നു നിന്നു. ചിരം ആശ്ലിഷ്യ നേത്രജൈഹി ജലൈഹി സ്നാപയന്. തന്റെ നേത്രത്തിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഒഴുകുന്നുണ്ട്. ആ ആനന്ദാശ്രുക്കളെ കൊണ്ട്, ആ ജലങ്ങളെ കൊണ്ട് അർജനെ ഭരതനെ സ്നാപയന് കുളിപ്പിച്ചുകൊണ്ട്, സേചനം ചെയ്തുകൊണ്ട്, അഭിഷേകം ചെയ്യുന്നവനായിട്ട് അർഹസത്തമായേ തേഭ്യഃ വിപ്രേഭ്യഃ രാമഃ ലക്ഷ്മണ സീതാഭ്യാം സ്വയം നമഃ ചക്രേ. രാമഃ ലക്ഷ്മണ സീതാഭ്യാം സഹ സ്വയം നമഃ ചക്രേ. രാമൻ ലക്ഷ്മണ സീതമാരോടുകൂടെ നേരിട്ട് നമസ്കാരത്തെ ചെയ്തു. ആർക്കൊക്കെ? അർഹസത്തമാഹ ഏ യാവരാണോ അവിടെ അർഹസത്തമന്മാർ, പൂജയ്ക്ക് അർഹരായിട്ടുള്ളവർ, ബഹുമാനാർഹരായിട്ടുള്ളവർ ആരൊക്കെയാണ്? ആ വിപ്രേഭ്യഃ തേഭ്യഃ വിപ്രേഭ്യഃ അവിടെ വന്നിരിക്കുന്ന മഹാത്മാക്കൾ, ബ്രാഹ്മണർ, ഗുരുജനങ്ങൾ, അവർക്കൊക്കെ എല്ലാ ഗുരുക്കന്മാർക്കും ബ്രാഹ്മണർക്കുമായിട്ട് രാമൻ ലക്ഷ്മണ സീതമാരോടുകൂടെ നമസ്കാരത്തെ ചെയ്തു. അതേസമയം തന്നെ പ്രജാഭിഹി നമസ്കൃതഃ ച. അവിടെ വന്നു ചേർന്ന പ്രജകളൊക്കെയോ രാമനെ നമസ്കരിച്ചു, ഇങ്ങോട്ട് നമസ്കരിച്ചു. അങ്ങനെ അവരാൽ നമസ്കരിക്കപ്പെട്ടവനുമായി രാമൻ ആദ്യം താൻ ബഹുമാനിക്കേണ്ടവരെ അങ്ങോട്ട് ബഹുമാനിച്ചു. അതിനുശേഷം മറ്റുള്ളവരുടെ നമസ്കാരത്തെ, ബഹുമാനത്തെയൊക്കെ സ്വീകരിച്ചു. ദുന്വന്ത ഉത്തരാസംഗാൻ പതിം വീക്ഷ്യ ചിരാഗതം ഉത്തരാ കോസലാമല്യൈഃ കിരന്തോ നൃദുർമുദാം. ദുന്വന്ത ഉത്തരാസംഗാൻ പതിം വീക്ഷ്യ ചിരാഗതം ഉത്തരാ കോസലാമാല്യൈഃ കിരന്തോ നൃദുർമുദാം. ദുന്വന്തോ ഉത്തരാസംഗ. നമ്മള് തൃശൂർ പൂരത്തിന് ഇലഞ്ഞിത്തറ മേളവും പഞ്ചവാദ്യവും ഒക്കെ മുഴങ്ങുമ്പോ എങ്ങനെയാണോ ആ വാദ്യം ആസ്വദിക്കുന്നവര് അവരുടെ ഉത്തരീയങ്ങൾ എടുത്ത് കറക്കുക, സന്തോഷം കൊണ്ട് മുകളിലേക്ക് എറിയുക, കറക്കുക ഒക്കെ ചെയ്യും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഉത്തര ആസംഗാൻ, ഉത്തരം, ഉത്തരീയം, ആ സംഘങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഉത്തരാസംഗങ്ങളെ, ഉത്തരീയങ്ങളെ ദുന്വന്തഃ എന്ന് പറഞ്ഞാൽ വീശുന്നവരായിട്ട്, ചലിപ്പിക്കുന്നവരായിട്ട് എന്നൊക്കെ അർത്ഥം. അപ്പൊ രാമന്റെ വരവേൽപ്പ് ഒരു വലിയ ജയാരവത്തോടുകൂടെ, ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകോ വിജയാ വിജയീ ഭവ ദേവദേവോത്തമ ദേവതാ സാർവഭൗമ എന്നൊക്കെ പറഞ്ഞ് എഴുന്നള്ളത്തുകൾക്ക് വിളിച്ചു പറയും ഗോവിന്ദ ഗോവിന്ദ. തിരുപ്പതിയിലൊക്കെ കണ്ടിട്ടില്ലേ ഉത്സവങ്ങൾക്കൊക്കെ ആ രാമനെ അല്ലെങ്കിൽ സ്വാമിയെ എഴുന്നള്ളിക്കുന്നത്? അപ്പൊ അതുപോലെയുള്ള ആവേശത്തോടുകൂടി രാമനെ എഴുന്നള്ളിക്കുകയാണ്. ആരാണ്? ഉത്തരാ കോസലാഹ.
ഉത്തരാകോസലാഹ എന്നാൽ ഉത്തരകോസലം എന്നുള്ള ദേശത്തിലെ പ്രജകൾ. ഉത്തരകോസലം എന്നുള്ളതാണ് ആ രാജ്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ പേര്. അപ്പൊ ആ ഉത്തരകോസലവാസികളായിട്ടുള്ള പ്രജകള് ചിരാഗതം പതിംവീക്ഷ്യ, വളരെ കാലത്തിന് ശേഷം 14 സംവത്സരങ്ങൾക്ക് ശേഷം വന്നു ചേരുന്നതായിട്ടുള്ള പതിയെ കണ്ടിട്ട്, അവരുടെ രക്ഷകനെ നാഥനെ കണ്ടിട്ട്, അവരുടെ ഉത്തരീയങ്ങൾ ഉത്തരാസംഗാൻ ഉദ്ധൃത്യ അഥവാ ദുന്വന്ത ചലിപ്പിക്കുന്നവരായിട്ട്, മാല്യൈഹി കിരന്ത പൂമാലകളും മറ്റുമൊക്കെ രാമന്റെ മേലേക്ക് വാരി എറിഞ്ഞുകൊണ്ട്, അല്ലെ, നമ്മള് ഇപ്പൊ രാഷ്ട്രീയക്കാര് അവരുടെ വോട്ടെണ്ണൽ കഴിഞ്ഞ് വിജയം ഇതാക്കി കഴിയുമ്പോൾ അവരുടെ ഒരു ഘോഷയാത്രയുണ്ടല്ലോ, അതുമൊക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണല്ലോ, അല്ലെ, പടക്കം പൊട്ടിച്ചും നൃത്തം വെച്ചും വാദ്യഘോഷങ്ങൾ അടിച്ചും ഇതുപോലെയുള്ളതായിട്ടുള്ള ഉത്തരീയങ്ങൾ എടുത്ത് വീശിയും കൊടിക്കൂറകൾ വീശിയും എന്തൊക്കെയാ ചെയ്യുക അവര്. അപ്പൊ അതുപോലെ മാല്യൈഹി കിരന്തഹ, മാലകളെ കൊണ്ട് വികിരണം ചെയ്തുകൊണ്ട് വിതറുന്നവരായിക്കൊണ്ട്, മുദാ നൃതുഹു, മോദത്തോടെ നൃത്തം ചെയ്തു എന്നർത്ഥം. വളരെ സന്തോഷത്തോടുകൂടെ പ്രജകളെല്ലാം ആ രാമന്റെ പുനരാഗമനത്തെ ആഘോഷമാക്കി മാറ്റി. പാതുകേ ഭരതോ ഗൃഹാത് ചാമരവ്യജനോത്തമേ വിഭീഷണസ്സ സുഗ്രീവ സ്വേദഛത്രം അരുൾ സുതഃ ധനുർനിഷങ്കാൻ ശത്രുഘ്നഃ സീതാതീർത്ഥകമണ്ഡലും അഭിഭ്രത് അംഗദ ഖഡ്ഗം ഹൈമം ചർമ്മ ഋക്ഷരാട് നൃപ. പാതുകേ ഭരതോ ഗൃഹാത് ചാമരവ്യജനോത്തമേ വിഭീഷണസ്സ സുഗ്രീവഃ സ്വേദഛത്രം അരുൾ സുതഃ ധനുർനിഷങ്കാൻ ശത്രുഘ്നഃ സീതാതീർത്ഥകമണ്ഡലും അഭിഭ്രത് അംഗദ ഖഡ്ഗം ഹൈമം ചർമ്മ ഋക്ഷരാട് നൃപ. ആ രാമന്റെ ഘോഷയാത്ര തുടരുകയാണ്. വീണ്ടും പുഷ്പകത്തിൽ തന്നെയാണ് യാത്ര. അപ്പൊ ആര് ഏതൊക്കെ വസ്തുക്കളെ ധരിച്ചു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പാതുകേ ഭരതോ ഗൃഹാത്, വീണ്ടും ഭരതൻ തന്നെ രാമന്റെ കാൽക്കൽ കൊണ്ടുവച്ച 2 പാതുകങ്ങളെ ഭരത അഗൃഹാത്, ഭരതൻ തന്നെ ഗ്രഹിച്ചു. എന്ന് വെച്ചാൽ രാമൻ പറഞ്ഞു അത് അവിടെ എത്തിയിട്ട് സ്വീകരിക്കാം. അപ്പൊ തൽക്കാലം വേറെ പാതുകങ്ങൾ കാലിലുണ്ടാവും, വനത്തിൽ സഞ്ചരിച്ച് വരികയല്ലേ, അല്ലേ? അപ്പൊ വേറെ പാതുകങ്ങൾ കാലിലുണ്ട്. ഇത് എന്താ പറയുക, സിംഹാസനത്തിന്റെ പ്രതീകമാണ്. അപ്പോ അവിടെ എത്തി അഭിഷേകം ചെയ്തതിന് ശേഷം ഇത് സ്വീകരിക്കാമെന്നുള്ള മട്ടില് ആ പാതുകങ്ങൾ വീണ്ടും ഭരതൻ തന്നെ തന്റെ ശിരസാഗ്രഹിക്കുന്നു. പാതുകേ ഭരതോ അഗൃഹാത് ചാമരവ്യജനോത്തമേ വിഭീഷണസ്സ സുഗ്രീവഃ സസുഗ്രീവഃ വിഭീഷണഃ ചാമരവ്യജനോത്തമേ. സസുഗ്രീവഃ വിഭീഷണഃ, സുഗ്രീവനോടുകൂടിയ വിഭീഷണൻ എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും 2 വശത്തു നിന്നുകൊണ്ട് ചാമരവ്യജന ഉത്തമേ, 2 പേരും ചാമരവ്യജനം. ചാമരവ്യജനം എന്ന് പറഞ്ഞാൽ ചാമരം കൊണ്ട്, ചമരീ മൃഗത്തിന്റെ രോമം കൊണ്ട് നിർമ്മിക്കുന്നത് കൊണ്ടാണ് ചാമരം എന്ന് പറയുന്നത്. വെളുത്തതായതുകൊണ്ട് വെൺചാമരം. യാക്ക് എന്നുള്ളതായിട്ടുള്ള മൃഗത്തിന്റെ രോമങ്ങളാണ് ചാമരം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ആ യാക്കിനെയാണ് ചമരീ മൃഗം എന്ന് പറയുന്നത്. അപ്പൊ ചമരീ മൃഗത്തിൽ നിന്നുണ്ടാക്കിയത് ചാമരം. അപ്പൊ ചാമര വ്യജനം, വ്യജനം എന്ന് പറഞ്ഞാൽ വീശറി എന്നർത്ഥമാണ്. രണ്ടും രണ്ടായിട്ടും പറയാം. ആലവട്ടത്തെ വ്യജനം എന്ന് പറയും, വെൺചാമരത്തെ ചാമരം എന്ന് പറയും. ഇത് രണ്ടും കൂടി ഒന്നിച്ചും ചാമര വ്യജനം എന്ന് ഒന്നിച്ചും പറയാം. ചാമരവും വീശുന്നതാണ്, കാറ്റ് കിട്ടാൻ വേണ്ടി വീശുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ചാമര വ്യജനോത്തമേ, ഉത്തമങ്ങളായ ചാമര വ്യജനങ്ങളെ സുഗ്രീവനോടുകൂടിയ വിഭീഷണൻ ധരിച്ചു രാജാവിന്റെ എഴുന്നള്ളത്തില്. മരുൾസുതഃ ശ്വേതഛത്രം, ശ്വേതഛത്രം വെൺകൊറ്റ കുട, രാജാവിന്റെ പ്രതീകമായ കുട ആര് ധരിച്ചു? മരുൾസുതഃ ഹനുമാൻ സ്വാമി ധരിച്ചു, വായുപുത്രനായ ഭഗവാൻ ധരിച്ചു. അഗൃഹാത് ഗ്രഹിച്ചു. അപ്പൊ അവര് യാത്ര വീണ്ടും പുഷ്പകത്തിൽ തന്നെയാണ്. ധനുർനിഷങ്കാൻ ശത്രുഘ്നഃ, ധനുസ് വില്ലാണ്, നിഷങ്കം തൂണീരമാണ്, ആവനാഴി. അപ്പോ വില്ലും ആവനാഴിയും ശത്രുഘ്നൻ ധരിച്ചു, ജ്യേഷ്ഠന് വേണ്ടതായിട്ടുള്ള ആയുധങ്ങള്.
സീതാതീർത്ഥകമണ്ഡലും, സീതാദേവി ജലപാത്രത്തെ ധരിച്ചുകൊണ്ട് കൂടെ ഇരുന്നു. ഗഡ്ഗം അംഗദ അഭിബ്രത് അംഗദ ഗഡ്ഗം, അംഗദൻ യുവരാജാവായിട്ടുള്ള ഭാര്യയുടെ പുത്രനായിട്ടുള്ള അംഗദൻ വാള് ധരിച്ചു. ഗഡ്ഗം അഭിബ്രത് ഹൈമം ചർമ്മ ഋക്ഷരാട്ട്, ഋക്ഷരാട്ട് എന്ന് പറഞ്ഞാൽ കരടികളുടെ രാജാവ് ജാംബവാൻ. ആ ജാംബവാനാണ് ഹൈമം ചർമ്മ, സ്വർണ നിർമ്മിതമായ പരിചയെ ധരിച്ചു എന്നർത്ഥം. ഈ വാളിന്റെ ഒപ്പം പരിച എന്ന് പറയുന്നതായിട്ടുള്ള ഷീൽഡ്, അത് ആര് വിളിച്ചു? സ്വർണ നിർമ്മിതമായിട്ടുള്ള പരിചയെ ജാംബവാൻ ഋക്ഷരാട് എന്ന് പറഞ്ഞു. ചർമ്മറക്ഷരാട് എന്ന് ഒന്നിച്ച് സന്ധിയിൽ വന്നിരിക്കുന്നതാണ് ചർമ്മർക്ഷരാൻ നൃപ. നൃപ എന്നത് പരീക്ഷിത്ത് രാജാവിനെ ശുഖബ്രഹ്മർഷി സംബോധന ചെയ്താണ്. അല്ലയോ രാജാവേ, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അപ്പൊ ചർമ്മ പ്ലസ് ഋക്ഷരാട്ട് പ്ലസ് നൃപ, അതൊന്നിച്ച് ചർമ്മർക്ഷരാൻ നൃപ എന്ന 3 വാക്കുകൾ ഒന്നിച്ചു സന്ധിയായതാണ്. ധനുർനിഷങ്കാൻ ശത്രുഘ്ന സീതാതീർത്ഥകമണ്ഡലും അഭിബ്രത് അംഗദ ഗഡ്ഗം ഹൈമം ചർമ്മ ഋക്ഷരാട് നൃപ. പുഷ്പകസ്ത്വന്വിതസ്ത്രീഭിഃ സ്തൂയമാനശ്ച ബന്ദിഭിഃ വിരേജേ ഭഗവാൻ രാജൻ ഗ്രഹയേശ്ചന്ദ്രൈവോദിതഃ. പുഷ്പകസ്ത്വന്വിതസ്ത്രീഭിഃ സ്തൂയമാനശ്ച ബന്ദിഭിഃ വിരേജേ ഭഗവാൻ രാജൻ ഗ്രഹൈശ്ചന്ദ്രൈവോദിതഃ. പുഷ്പകസ്ഥഃ, പുഷ്പകത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, പുഷ്പക വിമാനത്തിലിരിക്കുന്നവൻ. അന്വിതഃ സ്ത്രീഭിഃ, സ്ത്രീഭിഃ അന്വിതഃ, സ്ത്രീകളോട് ചുറ്റപ്പെട്ടവനുമായിട്ട്. ഇവിടുന്ന് വന്നവരൊക്കെ, നന്ദിഗ്രാമത്തിൽ നിന്ന് വന്നവരൊക്കെ പുഷ്പക വിമാനത്തിൽ കയറി. അതിലുള്ള സ്ത്രീകളൊക്കെ സീതയെയും രാമനെയും ചുറ്റി നിൽപ്പുണ്ട്. അങ്ങനെ സ്ത്രീഭിഃ അന്വിതഃ. സ്തൂയമാനശ്ച ബന്ദിഭിഃ, ബന്ദി എന്ന് പറഞ്ഞാൽ വന്തി തന്നെയാണ്. സൂതമാഗത വന്തികൾ എന്ന് പറയുന്ന വന്തികൾ, വകാരം ബകാരം രണ്ടും ഭേദമില്ല. വഭയോർ അഭേദഃ, വഭയോർ അഭേദഃ. വ എന്ന അക്ഷരത്തിനും ബ എന്ന അക്ഷരത്തിനും ഭേദമില്ലാതെ പ്രയോഗിക്കാവുന്നത് കൊണ്ട് വന്ദിബിഹി എന്നതിന് പകരം ബന്ദിബിഹി എന്ന് പ്രയോഗിച്ചു. ബംഗാള് ബംഗാളായതുപോലെ. അപ്പോ വന്ദിബിഹി സ്തൂയമാനശ്ച, വന്ദികളാൽ സ്തുതിക്കപ്പെടുന്നവനായിട്ട്. വിരേജേ ഭഗവാൻ രാജൻ, ഹേ രാജൻ പരീക്ഷിത്ത് രാജാവേ, ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു വിരേജേ വിശേഷേണ രാജിച്ചു, ശോഭിച്ചു. ഏതുപോലെ? ഉദിതഃ ചന്ദ്രഃ ഗ്രഹൈഹി ഇവ, ഉദിച്ചുയരുന്നതായിട്ടുള്ള ചന്ദ്രൻ ഗ്രഹങ്ങളാൽ സേവിക്കപ്പെട്ടവൻ എന്നതുപോലെ ഗുരുശുക്രാദി ഗ്രഹങ്ങളാൽ ചേർന്ന് ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ പോലെ ശ്രീരാമചന്ദ്ര പ്രഭു, അല്ലെ, അവനും രാമചന്ദ്രനാണ്. രാമചന്ദ്ര പ്രഭു പുഷ്പക വിമാനത്തിൽ ശോഭിച്ചു എന്നർത്ഥം. ചുറ്റുമുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും പോലെ ഈ പറഞ്ഞ ആളുകളൊക്കെ ചുറ്റുമുണ്ടായിരുന്നു. ഭ്രാതൃഭിർനന്ദിതസ്സോപി സോത്സവാം പ്രാവിശത്പുരീം. ഭ്രാതൃഭിർനന്ദിതസ്സോപി സോത്സവാം പ്രാവിശത്പുരീം. ഭ്രാതൃഭിഹി നന്ദിതഃ, ഭ്രാതാക്കളാൽ സഹോദരന്മാരാൽ, ഭരത ശത്രുഘ്നന്മാരാൽ, നന്ദിതഃ ആനന്ദിപ്പിക്കപ്പെട്ടവൻ, അഭിനന്ദിക്കപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥം. സന്തോഷിപ്പിക്കപ്പെട്ടവനായിട്ടുള്ള സഹ അപി രാമഃ അപി സോത്സവാം പുരീം പ്രാവിശത്. സോത്സവാം പുരീം, ഉത്സവത്തോടുകൂടിയ പുരിയിലേക്ക്. അപ്പൊ പുരിയും ഉത്സവം ആയിരുന്നു. അതുകൊണ്ട് രാമന്റെ ആഗമനം. അപ്പൊ ശ്രീരാമസ്വാമി മടങ്ങി വരുന്നത് ആ പുരിയെ മുഴുവൻ ഉണർത്തി. ആ പുരിയിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ ഉത്സാഹമായി. അവർ അലങ്കാരങ്ങളൊക്കെ ചെയ്തു. വാദ്യഘോഷങ്ങളോടുകൂടെ, എന്താ പറയുക, പൂർണ്ണ ദീപാവലികളോടെ, താലപ്പൊലികളോടെ രാമനെ എതിരേൽക്കുകയാണ്. അതാണ് സോത്സവാം പുരീം പ്രാവിശത്. പ്രവിശ്യ രാജഭവനം ഗുരുപത്നീഃ സ്വമാതരം ഗുരൂൻ വയസ്യാവരജാൻ പൂജിത പ്രത്യപൂജയത്. പ്രവിശ്യ രാജഭവനം ഗുരുപത്നീഃ സ്വമാതരം ഗുരൂൻ വയസ്യാവരജാൻ പൂജിത
പ്രത്യപൂജയത്. അങ്ങനെ രാജഭവനം പ്രവിശ്യ, ദശരഥന്റെ കൊട്ടാരത്തിലേക്ക്, അന്തഃപുരത്തിലേക്ക് രാമൻ പ്രവേശിച്ചു. അവിടുന്ന് പൂജിത, അവിടെ അദ്ദേഹം എല്ലാവരാലും സ്വീകരിക്കപ്പെട്ടു, സൽക്കരിക്കപ്പെട്ടു. അവിടെ ഗുരുപത്നീഹി സ്വമാതരം ഗുരൂൻ വയസ്യ അവരജാൻ പൂജിത പ്രത്യപൂജയത്. അവിടെ ഗുരുപത്നിമാര്, വസിഷ്ഠാദികളുടെ, വസിഷ്ഠൻ, വാമദേവൻ മുതലായിട്ടുള്ള പുരോഹിതന്മാരുടെ പത്നിമാരുണ്ട്. അതുപോലെ സ്വമാതരം, തന്റെ മാതാവായ കൗസല്യയുണ്ട്. മറ്റു മാതാക്കളായ കൈകേയി, സുമിത്രമാരുണ്ട്. അവരെയെല്ലാം, അതുപോലെ ഗുരൂൻ, വസിഷ്ഠാദി ഗുരുക്കന്മാരെയും, വയസ്യ അവരജാൻ, തന്റെ സ്നേഹിതന്മാരെ, വയസ്യന്മാരെന്നാൽ സമാന വയസ്കരായിട്ടുള്ള കൂട്ടുകാര്, അവരജന്മാരെന്നാൽ അനുജന്മാര്, ഭരത ശത്രുഘ്നന്മാര്, അവരെയും പ്രത്യപൂജയത്, അവരാൽ ഇങ്ങോട്ട് പൂജിക്കപ്പെട്ടു, അങ്ങോട്ട് തിരിച്ചും അവരെയും സൽക്കരിച്ചു, അവരെയും ബഹുമാനിച്ചു, ആദരിച്ചു, പരസ്പരം ആലിംഗനാദികളൊക്കെ ചെയ്തു എന്നർത്ഥം. അവരിങ്ങോട്ട് നമസ്കരിക്കും, അങ്ങോട്ട് താഴെയുള്ളവരെയൊക്കെ ആലിംഗനം ചെയ്ത് മൂർധാവിൽ നുകരും, മുതിർന്നവരുടെയൊക്കെ പാദങ്ങളിൽ നമസ്കരിക്കും. എന്താ പറയുക, സമ്പ്രദായത്തെ രാമൻ ചെയ്തു. വൈദേഹി ലക്ഷ്മണശ്ചൈവ യഥാവത് സമുപേയതുഃ. വൈദേഹി ലക്ഷ്മണശ്ചൈവ, വൈദേഹിയും ലക്ഷ്മണനും അപ്രകാരം തന്നെ യഥാവത്, വിധിപ്രകാരം, വേണ്ടും വിധം എന്നർത്ഥം. സമുപേയതുഹു, സമ്യക് ഉപേയതുഹു, രണ്ടുപേരായതുകൊണ്ട് ഉപേയതുഹു, ഉപഈയതുഹു, രണ്ടുപേരും പ്രാപിച്ചു. എവിടേക്ക്? ഈ രാജധാനിയിലേക്ക്, അയോധ്യ നഗരത്തിലേക്ക്, അച്ഛന്റെ രാജധാനിയിലേക്ക് രണ്ടുപേരും, വൈദേഹിയും ലക്ഷ്മണനും സമുപേയതുഹു, രണ്ടുപേരും പ്രാപിച്ചു. പുത്രാൻ സ്വമാതരസ്താസ്തു പ്രാണാംസ്തന്വയിവോത്തിദാഃ ആരോപ്യാംഗ്യഭിഷിഞ്ചന്ത്യോ ബാഷ്പൗഗൈർവിജഹുശ്രുചഃ. പുത്രാൻ സ്വമാതരസ്താസ്തു പ്രാണാംസ്തന്വയിവോത്തിദാഃ ആരോപ്യാംഗ്യഭിഷിഞ്ചന്ത്യോ ബാഷ്പൗഗൈർവിജഹുശ്രുചഃ. പുത്രാൻ സ്വമാതരഃ താഹാതു, താഹാ സ്വമാതരഃ തു, അതാത് മാതാക്കളാവട്ടെ സ്വാൻ പുത്രാൻ, അവരവരുടെ പുത്രന്മാരെ, പ്രാണാൻ തന്വഹ ഇവോത്തിദാഹ, തന്വഹ ശരീരങ്ങൾ, പ്രാണാൻ പ്രതി, പ്രാണൻ തിരിച്ചു കിട്ടുമ്പോൾ എങ്ങനെ എഴുന്നേൽക്കുമോ അതുപോലെ ഉത്തിതാഹ, എഴുന്നേറ്റു. അപ്പൊ ഇതുവരേക്ക് പ്രാണനില്ലാത്ത ജഡം പോലെ കഴിയുകയായിരുന്നു ഈ അമ്മമാര്, കൗസല്യയും സുമിത്രയും എല്ലാം. ഇപ്പൊ മക്കൾ തിരിച്ചു വന്നതോടുകൂടി ആ അമ്മമാർക്ക് പ്രാണൻ തിരിച്ചു കിട്ടിയ ശരീരത്തെ പോലെയായി. ശരീരം മോഹാത്സ്യപ്പെട്ട് കിടക്കുമ്പോ പ്രാണൻ ഇല്ലാത്ത അവസ്ഥയാണ്. ആ പ്രാണനെ തിരിച്ച് കിട്ടുമ്പോൾ ആ ശരീരം എങ്ങനെ ഉയർത്തെഴുന്നേൽക്കുമോ അതേപോലെ ഉത്സാഹഭരിതരായി അമ്മമാര് ആരോപ്യ അങ്കേ, മക്കളെ പിടിച്ച് മടിയിലിരുത്തി, അങ്കേ ആരോപ്യ. ഇപ്പൊ രാമനെ കൗസല്യ മടിയിലിരുത്തി, ലക്ഷ്മണനെ സുമിത്ര മടിയിലിരുത്തി എന്നർത്ഥം. അഭിഷിഞ്ചന്ത്യോ ബാഷ്പൗഗൈഹി, ബാഷ്പൗഗൈഹി അഭിഷിഞ്ചന്ത്യ, ബാഷ്പപ്രവാഹം, കണ്ണുനീർ പ്രവാഹം കൊണ്ട്, ആനന്ദാശ്രുക്കളെ കൊണ്ട് മക്കളെ അഭിഷേകം ചെയ്തു. രാമനെ കൗസല്യയും സുമിത്ര ലക്ഷ്മണനെയും കണ്ണുനീർ കൊണ്ട് അഭിഷേകം ചെയ്തു, മടിയിൽ ചേർത്ത് പിടിച്ചിട്ട്. എന്നിട്ടോ വിജഹു ശുചഹ, ശുചഹ വിജഹു, അവരുടെ ശുചഹ ശോകങ്ങളെ, ദുഃഖങ്ങളെ, വിജഹു വിശേഷേണ ഉപേക്ഷിച്ചു എന്നർത്ഥം. അപ്പൊ അമ്മമാരെല്ലാവരും അവരുടെ ശോകങ്ങളെ വെടിഞ്ഞു. ഇനി കൈകേയിക്കും ശോകം ഉണ്ടാവും, കൈകേയും ദുഃഖിതയാണ്. മാത്രമല്ല ഭരതൻ നന്ദിഗ്രാമത്തിലാ താമസിക്കുന്ന, അമ്മമാര് കൊട്ടാരത്തിലാണ്. അപ്പൊ അവിടെയും വിരഹമുണ്ട്. 14 വർഷം അമ്മമാര് കൊട്ടാരത്തിലും മക്കള് വനത്തിലും എന്നതുപോലെ ഭരത ശത്രുഘ്നന്മാരും നന്ദിഗ്രാമത്തിലാണ്. അപ്പൊ എല്ലാവർക്കും ആശ്വാസമായി, തങ്ങളുടെ മക്കളുടെ കഷ്ടപ്പാടുകൾ തീരുകയാണ്. ഇപ്പൊ ഭരതന്റെ അടക്കം തപസ് അവസാനിക്കുകയാണ്. ഇതുവരെയ്ക്ക് രാജകീയമായിട്ടുള്ള ഒരു സുഖവും അനുഭവിച്ചിട്ടില്ല. ഒരു താപസനെ പോലെ ഗോമൂത്ര യാവകം ഭക്ഷിച്ച് നിലത്ത് കിടന്ന് മരവുരികൾ ധരിച്ച് തലമുടി ജട പിടിപ്പിച്ച് അങ്ങനെ ഒരു താപസനെ പോലെ കഴിയുന്നത് അമ്മമാർക്ക് സഹിക്കില്ലല്ലോ.
അപ്പൊ തീർച്ചയായിട്ടും ആ എന്താ പറയുക, കൈകേയിയും ദുഃഖിതയായിരുന്നു. ഇപ്പോ സന്തോഷിച്ചു. കൈകേയിയും ഭരതനെ എന്താ പറയുക മടിയിൽ വെച്ച് ആലിംഗനം ചെയ്ത് ബാഷ്പൗകം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ മൂന്നമ്മമാരും സന്തോഷിച്ചു. പുത്രാൻ സ്വമാതരസ്താസ്തു പ്രാണാൻ തന്വൈവോത്ഥിതാഃ ആരോപ്യാംഗേഭിഷിഞ്ചന്ത്യോ ബാഷ്പൗകൈർവിജഹുശുചഃ ജടാ നിർമുച്യ വിധിവത് കുലവൃദ്ധൈ സമം ഗുരുഃ അഭ്യഷിഞ്ചദ്യദൈവേന്ദ്രം ചതുസ്സിന്ധുജലാദിഭിഃ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമാഭിഷേകം. ജടാ നിർമുച്യ വിധിവത് കുലവൃദ്ധൈ സമം ഗുരുഃ അഭ്യഷിഞ്ചദ്യദൈവേന്ദ്രം ചതുസ്സിന്ധുജലാദിഭിഃ. ജടാ നിർമുച്യ, മക്കളൊക്കെ ജട വളർത്തിയിട്ടുണ്ട്, തലമുടി ജട പിടിപ്പിച്ചിട്ടുണ്ട്, വനവാസികളായിരുന്നു. അപ്പോ ആ ജടകളെയൊക്കെ മുണ്ഡനം ചെയ്തു. നിർമുച്യ നിതരാം മോചനം കൃത്വ, നന്നായി വടിച്ചു കളഞ്ഞു എന്നർത്ഥം. തലമുടിയെല്ലാം വേണ്ട പോലെ മുറിച്ചു. എന്നിട്ട് കുലവൃദ്ധൈഹി സമം ഗുരുഹു, കുലവൃദ്ധന്മാരോടുകൂടെ, കുലത്തിലുള്ള പ്രായമായിട്ടുള്ള ആളുകളോടുകൂടെ, പൗരപ്രമുഖരോടുകൂടെ ആ ഗുരുവായ വസിഷ്ഠൻ വിധിവത് അഭ്യഷിഞ്ചത്, വിധിപ്രകാരം രാമന് രാജ്യാഭിഷേകം ചെയ്തു എന്നർത്ഥം. ഏതുപോലെ? യഥായേവ ഇന്ദ്രം, ഇന്ദ്രനെ അഭിഷേകം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്ദ്രന്റെ സ്ഥാനത്തിരിക്കുന്ന പോലെ ഇരിക്കുന്ന രാമനെ, ഇന്ദ്രനെ ദേവന്മാരെല്ലാവരും കൂടി അഭിഷേകം ചെയ്യുന്നത് പോലെ ഇവിടെ ഗുരുക്കന്മാരും കുലവൃദ്ധന്മാരും കൂടെ രാമന് അഭിഷേകം ചെയ്തു. എന്തുകൊണ്ട്? ചതുസ്സിന്ധു ജലാദിഭിഹി, ചതുസ്സിന്ധു 4 സമുദ്രങ്ങൾ, അവിടുത്തെ ജലങ്ങൾ കൊണ്ടുവന്നു. ഹനുമാൻ സ്വാമിയും അങ്കദനും ജാമ്പവാനും നീലനും ഒക്കെ ആയിട്ട് 4 സിന്ധുക്കളിലേക്ക് പോയിരുന്നു. അവരവിടുന്ന് ജലം കൊണ്ടുവന്നിരുന്നു. മറ്റ് ഗംഗാദി തീർത്ഥങ്ങളിലെ ജലങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ സർവ്വതീർത്ഥങ്ങളിലെയും ജലങ്ങൾ ഒന്നിച്ച് ശേഖരിച്ച് വസിഷ്ഠന്റെ നേതൃത്വത്തില് അഭിഷേകം ചെയ്തു. വിധിവത് അഭ്യഷിഞ്ചത്, വിധിപ്രകാരം അഭിഷേകത്തെ ചെയ്തു. ഏവം കൃതശിരസ്നാനഃ സുവാസാസ്രഗ്വീയലങ്കൃതഃ സ്വലങ്കൃതൈ സുവാസോഭിഃ ഭ്രാതൃഭിർഭാര്യയാ ബഭൗ. ഏവം കൃതശിരസ്നാനഃ സുവാസാസ്രഗ്വ്യലങ്കൃതഃ സ്വലങ്കൃതൈ സുവാസോഭിഃ ഭ്രാതൃഭിർഭാര്യയാ ബഭൗ. ഏവം കൃതശിരസ്നാനഃ, ഏവം ഇപ്രകാരം കൃതം ചെയ്യപ്പെട്ട ശിരസ്നാനം, തലയിലുള്ള അഭിഷേകം. അപ്പൊ ശിരോഭിഷേകം ചെയ്യപ്പെട്ടവനായിട്ടുള്ള രാമൻ, സുവാസാഹ, നല്ല വാസസ്, നല്ല വസ്ത്രം ധരിച്ചവനായിട്ട്, സ്രഗ്വീ, നല്ല മാല ധരിച്ചവനായിട്ട്, സ്രക്ക് എന്ന് പറഞ്ഞാൽ മാല, സ്രക്കുള്ളവൻ സ്രഗ്വീ, വനമാലി എന്ന് പറയും പോലെ സ്രഗ്വീ. അപ്പൊ വലിയ മാല ധരിച്ചവനും, അലങ്കൃത, നല്ലതുപോലെ രാജാലങ്കാരങ്ങളെല്ലാം ചെയ്തവനായിട്ട്, സു അലങ്കൃതൈഹി സുവാസോഭിഹി ഭ്രാതൃഭിഹി, നല്ലതുപോലെ അലങ്കാരങ്ങൾ ചെയ്തവരും നല്ല വസ്ത്രങ്ങൾ ധരിച്ചവരുമായിട്ടുള്ള സഹോദരന്മാരോടും കൂടിയവനായിട്ടും, ഭാര്യയാ, തന്റെ ഭാര്യയായ സീതാദേവിയോടും കൂടെ, ബഭൗ, ശോഭിച്ചു, നല്ലതുപോലെ ഭാസിച്ചു, പ്രകാശിച്ചു എന്നർത്ഥം. ആ സിംഹാസനത്തില് രാമനും സീതയും, അതുപോലെ എന്താ പറയുക, 2 വശത്തുമായിട്ട് 3 സഹോദരന്മാരും നിരന്നു നിൽക്കുന്ന ആ ഒരു രംഗം. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഏവം കൃതശിരസ്നാനഃ സുവാസാസ്രഗ്വീ അലങ്കൃതഃ സ്വലങ്കൃതൈ സുവാസോഭിഃ ഭ്രാതൃഭിർഭാര്യയാ ബഭൗ. അഗ്രഹീതാസനം ഭ്രാത്രാ പ്രണിപത്യ പ്രസാദിതഃ പ്രജാ സ്വധർമ്മനിരതാ വർണ്ണാശ്രമഗുണാന്വിതാഃ ജുഗോപ പിതൃവദ് രാമോ മേ നിലേപിതരം ച തം. അഗ്രഹീതാസനം ഭ്രാത്രാ പ്രണിപത്യ പ്രസാദിതഃ പ്രജാ സ്വധർമ്മനിരതാഃ വർണ്ണാശ്രമഗുണാന്വിതാഃ
ജുഗോപ പിതൃവദ് രാമോ മേനിരേ പിതരം ചതം. ഭ്രാത്ര പ്രണിപത്യ പ്രസാദിതഃ രാമഃ ആസനം അഗ്രഹീത. ആസനം അഗ്രഹീത, സിംഹാസനം ഗ്രസിച്ചു, സ്വീകരിച്ചു. എങ്ങനെയുള്ള സിംഹാസനം? ഭ്രാത്ര, തന്റെ സഹോദരനായ ഭരതനാൽ, ഭരാതാവിനാൽ, പ്രണിപത്യ, നമസ്കാരപൂർവം, പ്രസാദിതഃ, പ്രസാദിപ്പിക്കപ്പെട്ടവനായ രാമൻ. അപ്പോ ഭരതൻ രാമന്റെ കാൽക്കീഴിൽ നമസ്കരിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചു, ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്, ഇനിയും ഈ ഭാരം ചുമക്കാൻ എന്നെ കൊണ്ടാവില്ല. 14 വർഷം അങ്ങ് ഏൽപ്പിച്ച പണി ഞാൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങ് തന്ന രാജ്യം കൂടുതൽ ഐശ്വര്യ പരിപൂർണമാക്കിയിട്ടുണ്ട്. ഖജനാവൊക്കെ അതിനേക്കാൾ എത്രയോ ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സൈന്യ ശക്തിയെല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആനയും കുതിരയും തേരുമെല്ലാം എണ്ണത്തിൽ ധാരാളം കൂട്ടിയിട്ടുണ്ട്. എല്ലാ ഐശ്വര്യവുമുണ്ട്, ഒരു ക്ഷാമവും ഒന്നിനുമില്ല. അതുകൊണ്ട് അങ്ങ് രാജ്യഭാരം ഏറ്റെടുക്കാൻ മടിക്കേണ്ടതില്ല. പാപ്പരായിട്ടുള്ള രാജ്യമല്ല നൽകുന്നത്, സർവസമ്പൽ സമൃദ്ധമായിട്ടുള്ള രാജ്യം അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് സ്വീകരിച്ച് ഞങ്ങളെ എല്ലാം അനുഗ്രഹിച്ചാലും എന്ന് ഭ്രാത്ര പ്രണിപത്യ പ്രസാദിതഃ രാമഃ ആസനമഗ്രഹീത്. രാമൻ ആ സിംഹാസനത്തെ ഗ്രഹിച്ചു. എന്നിട്ടോ പ്രജാഃ സ്വധർമ്മനിരതാഃ വർണ്ണാശ്രമഗുണാന്വിതാഃ പിതൃവദ് രാമഃ ജുഗോപ. രാമഃ പ്രജാഃ ജുഗോപ. രാമൻ പ്രജകളെ ഗോപനം ചെയ്തു, രക്ഷിച്ചു എന്നർത്ഥം, പരിപാലനം ചെയ്തു. എങ്ങനെയുള്ള പ്രജാഃ? സ്വധർമ്മനിരതാഃ പ്രജാഃ. അവരവരുടെ ധർമ്മത്തിൽ മുഴുകിയിരിക്കുന്നവരാണ് പ്രജകൾ. ആരും അധർമ്മം പ്രവർത്തിക്കുന്നവരില്ലായിരുന്നു രാമരാജ്യത്തിൽ. വർണ്ണാശ്രമ ഗുണാന്വിതാഃ. അതാത് വർണ്ണങ്ങളിലും അതാത് ആശ്രമങ്ങളിലും വേണ്ട ഗുണങ്ങളെല്ലാം ചേർന്നവർ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാർ ഓരോരുത്തരും അവരവരുടെ ഗുണങ്ങളോട് കൂടിയവർ, ധർമ്മത്തോടു കൂടിയവർ. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്നിങ്ങനെയുള്ള ആശ്രമികള് അവരുടേതായിട്ടുള്ള ഗുണങ്ങളോട് കൂടിയവർ. അങ്ങനെ എല്ലാവരും അവരവരുടെ സ്വധർമ്മം ആചരിക്കുന്നവരായിരുന്നു. വർണ്ണാശ്രമ ഗുണാന്വിതാഃ സ്വധർമ്മ നിരതാഃ പ്രജാഃ രാമഃ ജുഗോപ. ഏതുപോലെ? പിതൃവത്, ഒരു പിതാവ് പുത്രന്മാരെ രക്ഷിക്കുന്നത് പോലെ എന്നർത്ഥം. പ്രജകൾക്ക് പിതാവാണ് രാജാവ്. പ്രജ എന്നാൽ മക്കളാണ്, രാജാവ് പിതാവാണ്. അപ്പൊ പിതൃവത് ജുഗോപ, പിതാവ് മക്കളെ രക്ഷിക്കും പോലെ രക്ഷിച്ചു. ഇനി പിതൃവത് എന്നുള്ളതിന് ദശരഥവത് എന്ന് അർത്ഥം എടുക്കാം. ദശരഥൻ എങ്ങനെ പരിപാലിച്ചുവോ അതുപോലെ, അതൊന്നുമല്ല, അതിനേക്കാൾ നന്നായിട്ട് തന്നെയാണ് പരിപാലിച്ചത്. അതുകൊണ്ട് ഇവിടെ പിതൃവത് എന്നുള്ളതിനർത്ഥം പിതാവ് പ്രജകളെ രക്ഷിക്കും പോലെ. മേനിരേ പിതരം ച തം. തം തം രാമം പിതരം മേനിരേ, പിതാവ് തന്നെ എന്ന് മനിച്ചു ആര്? പ്രജകളും. അപ്പൊ പ്രജകൾ രാമനെ പിതാവിന് തുല്യമായിട്ട്, അച്ഛനായിട്ട് കണ്ടു എന്നർത്ഥം. അവരുടെ സ്വന്തം അച്ഛനേക്കാൾ വാത്സല്യവും ബഹുമാനവും സ്നേഹവും ഒക്കെ അവര് രാമന് കൊടുക്കും. അത്രയും ആ പിതൃതുല്യനായിട്ട് രാമനെ കണ്ടു. പിതരം മേനിരേ, പിതാവെന്ന് മനിച്ചു രാമനെ അവരെല്ലാവരും. ത്രേതായാം വർത്തമാനായാം കാലഃ കൃതസമോഭവത് രാമേ രാജനി ധർമ്മജ്ഞേ സർവഭൂതസുഖാവഹേ. ത്രേതായാം വർത്തമാനായാം കാലഃ കൃതസമോഭവത് രാമേ രാജനി ധർമ്മജ്ഞേ സർവഭൂതസുഖാവഹേ. സർവഭൂതസുഖാവഹേ രാമേ ധർമ്മജ്ഞേ രാമേ രാജനി. രാജനി എന്ന് പറയുമ്പോൾ രാജാവായിരിക്കെ, രാജാവായിരിക്കുമ്പോൾ. വെൻ രാമ വാസ് ദ കിങ് എന്നർത്ഥം. രാജശബ്ദത്തിന്റെ സപ്തമിയാണ് രാജനി. രാമൻ രാജാവായിരിക്കുമ്പോൾ എന്നുള്ള സതിസപ്തമി പ്രയോഗം. അപ്പോ കീദൃശേ രാമേ രാജനി സതി സർവഭൂതസുഖാവഹേ. സർവഭൂതങ്ങൾക്കും സകല ചരാചരങ്ങൾക്കും സുഖത്തെ കൊണ്ടുവരുന്നവനാണ് രാമൻ. എല്ലാവരുടെയും ഹിതം പ്രവർത്തിക്കുന്നവനാണ് രാമൻ. ആർക്കും ഒരു ദോഷവുമില്ലാത്ത രീതിയിൽ ഭരണം നിർവഹിക്കുന്നവൻ. ധർമ്മജ്ഞൻ, ധർമ്മമെല്ലാം നല്ലതുപോലെ അറിയുന്നവൻ. അപ്പൊ ധർമ്മജ്ഞനായ രാമൻ രാജാവായിരിക്കുമ്പോൾ
ത്രേതായാം വർത്തമാനായാം, ആ സമയത്ത് ത്രേതായുഗമാണ് വർത്തിച്ചുകൊണ്ടിരുന്നത് എങ്കിലും, ത്രേതായുഗമാണ് വർത്തിച്ചിരുന്നത് എങ്കിലും കാല കൃതസമോ അഭവത്, കൃതസമമായി ഭവിച്ചു. എന്താ കൃതസമം? കൃതയുഗസമം. അപ്പൊ കൃതയുഗത്തിൽ എന്താണ്? കൃതയുഗത്തിൽ ധർമ്മം അതിന്റെ 4 പാദങ്ങളോടും കൂടി പരിപൂർണമായി അനുഷ്ഠിക്കപ്പെടുന്ന കൃതകൃത്യന്മാരുടെ കാലമാണ്. എല്ലാവരും കൃതകൃത്യന്മാരായി, എല്ലാവരും ധർമ്മനിഷ്ഠന്മാരായി, ധർമ്മം അതിന്റെ പൂർണതയിൽ പ്രവർത്തിച്ചിരുന്ന കാലമാണ് കൃതയുഗം. അത് ത്രേതായുഗമാകുമ്പോഴേക്കും ഒരു പാദം നഷ്ടപ്പെടും ധർമ്മത്തിന്റെ. പക്ഷെ ഇവിടെ രാമൻ രാജാവായിരിക്കുമ്പോ അങ്ങനത്തെ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. കൃതസമഹ കാലഹ, കൃതസമമായിരുന്നു കാലം അഭവത്. അപ്പൊ ത്രേതായുഗമാണെന്നേ തോന്നില്ല എന്നർത്ഥം. കൃതയുഗം പോലെ എല്ലാവരും കൃതകൃത്യരായിരുന്നു, സന്തുഷ്ടരായിരുന്നു. ത്രേതായാം വർത്തമാനായാം കാലഃ കൃതസമോഭവത് രാമേ രാജനി ധർമ്മജ്ഞേ സർവഭൂതസുഖാവഹേ. വനാനി നദ്യോ ഗിരയോ വർഷാണി ദീപസിന്ധവഃ സർവേ കാമദുഗാ ആസൻ പ്രജാനാം ഭരതർഷഭ. നാദിവ്യാധിജരാഗ്ലാനി ദുഃഖശോകഭയക്ലമാഃ മൃത്യുശ്ച അനിച്ഛതാം ആസീദ് രാമേ രാജനി അധോക്ഷജേ. വനാനി നദ്യോ ഗിരയോ വർഷാണി ദീപസിന്ധവഃ സർവേ കാമദുഗാ ആസൻ പ്രജാനാം ഭരതർഷഭ. നാദിവ്യാധിജരാഗ്ലാനി ദുഃഖശോകഭയക്ലമാഃ മൃത്യുശ്ച അനിച്ഛതാമാസീദ് രാമേ രാജന്യധോക്ഷജേ. അധോക്ഷജേ രാമേ രാജനി സതി. അധോക്ഷജനായ രാമൻ രാജാവായിരിക്കുമ്പോൾ, അധോക്ഷജൻ ഭഗവാൻ തന്നെയാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവൻ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ എന്നുവെച്ചാൽ ആ നാരായണൻ തന്നെ, പരമപുരുഷൻ തന്നെ. ആ പരമപുരുഷനായ രാമൻ രാജാവായിരിക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു? വനാനി നദ്യഃ ഗിരയഃ വർഷാണി ദീപ സിന്ധവഃ സർവേ കാമദുഗാ ആസൻ പ്രജാനാം. ഹേ ഭരതർഷഭ, അല്ലയോ ഭരതർഷഭനായ പരീക്ഷിത് രാജാവേ, ഇതുപോലെ രാമനെ പോലൊരു രാജാവ് രാജ്യം ഭരിച്ചപ്പോൾ സർവേ കാമദുഗാ ആസൻ, എല്ലാം തന്നെ കാമധേനുക്കളായി ഭവിച്ചു. കാമദുഗാഹ എന്നാൽ കാമം ദോഗ്ധി ഇത് കാമദുഃഖ്. അത് ഏകവചനം, അതിന്റെ ബഹുവചനമാണ് കാമദുഗാഹ. കാമധേനുക്കൾ, ഒരു കാമധേനുവല്ല, അനേക കാമധേനുക്കൾ എന്ന് വെച്ചാൽ കാമത്തെ നൽകുന്നത്, ആഗ്രഹിച്ചതെല്ലാം നൽകുന്നതായി ഭവിച്ചു ആസന്ന്. ആർക്ക്? പ്രജാനാം, പ്രജകൾക്ക്. എന്തൊക്കെ? വനങ്ങൾ കാമധേനുക്കളായിരുന്നു എന്ന് വെച്ചാൽ വനത്തിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുവോ അതൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നു. നദ്യഃ, നദികൾ കാമധേനുക്കളെ പോലെയായിരുന്നു. എന്തൊക്കെയാണോ സമ്പത്ത് ലോകത്തിന് പ്രജകൾക്ക് കൊടുക്കേണ്ടത് അതൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. ഗിരയഃ, പർവ്വതങ്ങൾ കാമധേനുക്കളായിരുന്നു. വർഷാണി, വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ഉപഭൂഖണ്ഡങ്ങൾ, ഭാരതവർഷം, ഇളാവർഷം, അല്ലെ, ഹര്യശ്വവർഷം, കിംപുരുഷവർഷം, ഇങ്ങനെ വർഷങ്ങളായി തിരിച്ചിട്ടുണ്ടല്ലോ ജംബൂദ്വീപത്തെ 9 വർഷങ്ങൾ. ആ വർഷങ്ങളും അതുപോലെ ദ്വീപ 7 ദ്വീപുകളും, സിന്ധവഃ സപ്തസാഗരങ്ങളും. അപ്പോൾ നദികളും ദ്വീപുകളും, അല്ല സമുദ്രങ്ങളും ദ്വീപുകളും വർഷങ്ങളും ഗിരികളും നദികളും വനങ്ങളും എല്ലാം തന്നെ കാമധേനുക്കളെ പോലെ അതിന്റെ ധർമ്മം പൂർണ്ണമായി നിർവഹിച്ചു. ജനങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ട് പ്രകൃതി എല്ലാ ഐശ്വര്യ പരിപൂർണയായിരുന്നു എന്നർത്ഥം. അതുപോലെ ന ആദി വ്യാധി ജരാ ഗ്ലാനി ദുഃഖ ശോക ഭയക്ലമാഃ മൃത്യുഹൂച അനിച്ഛതാമാസീത് രാമേ രാജനി അധോക്ഷജേ. അധോക്ഷജനായ രാമൻ രാജാവായിരിക്കുമ്പോ ആദി വ്യാധി ജര ഗ്ലാനി ദുഃഖ ശോക ഭയക്ലമാഃ ന ആദ്യം പറഞ്ഞു. നാദിവ്യാധി, ആ നാ പിരിച്ചെടുത്താൽ ആദിഹീന, ആർക്കും ആവലാദികളില്ല, ഉത്കണ്ഠകളില്ല, ഭയങ്ങളില്ല.
ആധി എന്നുള്ളത് മനസ്സിനുള്ള വ്യഥ, അതൊന്നുമില്ല. വ്യാധി, ശാരീരികമായിട്ടുള്ള രോഗപീഠകളില്ല. ജര എന്ന് പറഞ്ഞാൽ ശരീരത്തിനുണ്ടാവുന്ന ജീർണതകള് ബാധിക്കുന്നില്ല. അതുപോലെ ഗ്ലാനി എന്ന് പറഞ്ഞാൽ ക്ഷീണം, അവശത മുതലായതൊന്നും ആർക്കുമില്ല. ദുഃഖം, ദുഃഖാവസ്ഥകളൊന്നുമില്ല. ശോകം, നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള വിഷമങ്ങളില്ല. മാനസികമായിട്ടുള്ള ശോകങ്ങളില്ല. ഭയം, ആങ്സൈറ്റി ഇല്ല. ക്ലമം എന്നാലും വാട്ടം, ക്ഷീണം മുതലായവ ക്ഷീണങ്ങളൊന്നും തന്നെ ഇല്ല. മൃത്യുഹൂച്ച അനിശ്ചതാം ന ആസീത് നോക്കാം. ന എന്നുള്ളത് വിളക്കി കൊടുക്കണം. അനിശ്ചതാം മൃത്യുഹു ന ആസീത്. ആഗ്രഹിക്കാത്തവർക്ക് മരണവും വന്നിരുന്നില്ല. എല്ലാവരും ജീവിതത്തിൽ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞ് കൃതകൃത്യരായ ശേഷം മതിയായി, ഇനി നമുക്ക് ജീവിതം മതിയാക്കാം എന്ന് ജീവൻ മുക്തരായി തീർന്ന് ഓരോരുത്തരും സ്വശരീരത്തെ ഉപേക്ഷിക്കും. അല്ലാതെ എന്താ പറയുക, അകാല മൃത്യു ഇല്ല. രോഗാദികളെ കൊണ്ടുള്ള മൃത്യുവും ഇല്ല. ഓരോരുത്തർക്കും ജീവിതം മതിയായിട്ട്, തൃപ്തിയായിട്ട് മതിയാക്കണം. അതാണ് ഇവിടെ അനിശ്ചത മൃത്യുഹൂച്ച ന ആസീത്. ഇച്ഛിക്കാത്തവർക്ക് മരണവും സംഭവിച്ചില്ല. അപ്പൊ എല്ലാവരും സ്വച്ഛന്ത മൃത്യുക്കളായിരുന്നു എന്നർത്ഥം രാമഭരണകാലത്ത്. കാരണം എന്താ വെച്ചാൽ അവർ ഓരോരുത്തരും അവരവരുടെ ധർമ്മം അനുഷ്ഠിച്ച് ചിത്തശുദ്ധിയുള്ളവരായി, ആത്മജ്ഞാനം നേടിയവരായി, സ്ഥിതപ്രജ്ഞരായി ഭവിച്ചു. അപ്പൊ ഓരോരുത്തരും പിന്നെ എങ്ങനെയാണോ മഹാപുരുഷന്മാർ, മഹാത്മാക്കൾ അവരുടെ ശരീരം ത്യജിക്കുന്നത്, ദേഹത്യാഗം ചെയ്യുന്നത്, സമാധി അഭ്യസിച്ചുകൊണ്ട് പ്രാണായാമം ചെയ്തുകൊണ്ട് ഒരു ശരീരത്തെ ഉപേക്ഷിക്കുന്നത്, അതേപോലെയായിരുന്നു അന്ന് എല്ലാവരും ചെയ്തിരുന്നത് രാമരാജ്യത്തില്. അപ്പൊ അങ്ങനെയുള്ള കുറെ പേരാണ് രാമൻ സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോയപ്പോ കൂടെ ഇറങ്ങിപ്പോയവർ. അല്ലാതെ എല്ലാവരും ആത്മഹത്യ ചെയ്തവരല്ല. തൃപ്തരായിട്ട് ജീവിതം മതിയായിട്ട് ആസ്വദിക്കേണ്ടത്രയും ആസ്വദിച്ചു കഴിഞ്ഞ് കാലമായപ്പോ മതിയായി, നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞു, ഇനി ഒന്നും നേടാൻ ബാക്കിയില്ല, കൃതകൃത്യരായതുകൊണ്ട് രാമന്റെ കൂടെ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോകുന്നു, വൈകുണ്ഠത്തിലേക്ക് പോകുന്നു എല്ലാവരും. അല്ലാതെ രാമൻ അയോധ്യാവാസികളെ മുഴുവൻ സരയൂ നദിയിൽ മുക്കിക്കൊന്നു, അല്ലെങ്കിൽ അവരൊക്കെ ആത്മഹത്യ ചെയ്തു എന്നുള്ള പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയെ വ്യാഖ്യാനിക്കുന്നതായിട്ടുള്ള വിഡ്ഢികളുണ്ട്. അതിന് മുഴുവൻ വായിക്കണം. മുഴുവൻ വായിച്ചിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിലേ ഈ ഭാഗത്തെ അംഗീകരിക്കേണ്ടതുള്ളൂ അവര്. അല്ലാതെ ഒരു കഷ്ണം മാത്രം എടുത്തിട്ട് അതിനെ അവരുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുകയും ബാക്കി കഥകളെ മുഴുവൻ തമസ്കരിക്കുകയും ചെയ്യുന്നത് ന്യായമാണോ? രാമന്റെ കഥ മുഴുവൻ വായിക്കൂ. രാമന്റെ രാജ്യഭാരം എങ്ങനെയായിരുന്നു, അവിടുത്തെ ജനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് മുഴുവൻ വായിച്ചിട്ട് വേണം അവരെല്ലാം സരയൂയിൽ ഇറങ്ങിപ്പോയതിനെ വ്യാഖ്യാനിക്കാൻ. ആ കോണ്ടെക്സ്റ്റിൽ വേണം വ്യാഖ്യാനിക്കാൻ. അല്ലാതെ നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് അവിടെയുള്ള ആളുകൾ സരയൂരിലേക്ക് ഇറങ്ങിപ്പോയതിനെ വ്യാഖ്യാനിച്ചാൽ വിഡ്ഢികൾ, മൂഢന്മാർ. ഇപ്പൊ രാമകഥയൊക്കെ വ്യാഖ്യാനിക്കണമെങ്കിൽ അത് മുഴുവനായിട്ട് ഉൾക്കൊള്ളണം. അതിന്റെ എല്ലാ ഭാഗവും അംഗീകരിക്കണം. അല്ലാതെ ഏതെങ്കിലും കഷ്ണങ്ങൾ മാത്രം എടുത്ത് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനുള്ളതല്ല രാമായണം. വാൽമീകി പറഞ്ഞത് മുഴുവൻ അംഗീകരിക്കൂ. എന്നിട്ട് നിങ്ങൾ അതിലുള്ള ഏതെങ്കിലും കഷ്ണങ്ങളെ നിങ്ങളുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കരുത്. വാൽമീകി വ്യാഖ്യാനിച്ചതുപോലെ വ്യാഖ്യാനിക്കൂ. വാൽമീകി എന്താണോ ഉദ്ദേശിച്ചത് അതനുസരിച്ച് വ്യാഖ്യാനിക്കൂ. നിങ്ങളുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാനുള്ളതല്ല. മഹാഭാരതവും രാമായണവും ഒക്കെ കണ്ട വഴി കൂടെ പോകുന്നവർക്കൊക്കെ എടുത്ത് അടിക്കാനുള്ള ചെണ്ടയല്ല. തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനുള്ളതല്ല. അത് മുഴുവനായിട്ട് ആ കവിയുടെ ഹൃദയം അറിഞ്ഞു വേണം വ്യാഖ്യാനിക്കാൻ. കവിയാണ് അതിൻ്റെ ഉടമസ്ഥൻ. അദ്ദേഹം നിശ്ചയിച്ചിരിക്കുന്നു അത് ഇന്നതാണെന്ന്. അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് വേണം അത് വ്യാഖ്യാനിക്കാൻ. രാമോ വിഗ്രഹവാൻ ധർമ്മഃ എന്ന് വാൽമീകി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാൽമീകി രാമായണത്തിൽ ഏതെങ്കിലും ഒരു കഷ്ണം നിങ്ങൾ അടർത്തിയെടുത്താൽ ഇത് ഉൾക്കൊണ്ടു വേണം പറയാൻ. അല്ലാതെ രാമനെ അധർമ്മിയായിട്ട് ചിത്രീകരിക്കുകയും വാൽമീകി രാമായണത്തിലെ കുറെ ഭാഗങ്ങളൊക്കെ അംഗീകരിക്കുകയും ചെയ്യുന്നത് അവസരവാദം. ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ കാണിക്കുന്നു, വിഡ്ഢികൾ.
സനാതനധർമ്മത്തിന് വിരുദ്ധരായിരിക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചില സാഹിത്യകാരന്മാരും കവികളും ഒക്കെ ഇതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. അവർക്ക് ധാരാളം പട്ടും വളയും സമ്മാനങ്ങളും കിട്ടും, ജിഹാദികളുടെ ഫണ്ട് ധാരാളമായിട്ട് കിട്ടും. അതിനു വേണ്ടിയിട്ട് ഇതുപോലെയുള്ള രാമായണത്തെയും മഹാഭാരതത്തെയും ഒക്കെ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുക. നിങ്ങൾ മുഴുവൻ പഠിക്കൂ, എന്നിട്ട് മുഴുവൻ ഉൾക്കൊള്ളൂ, എന്നിട്ട് വാൽമീകിയുടെ ഹൃദയം മനസ്സിലാക്കൂ, വ്യാസന്റെ ഹൃദയം മനസ്സിലാക്കൂ, എന്നിട്ട് വ്യാഖ്യാനിക്കൂ. അതിന് അന്ധക്കരണ ശുദ്ധി വേണം. എന്താണ് മഹാഭാരതവും രാമായണവും ഉദ്ദേശിക്കുന്നത്? അത് വേദത്തിന്റെ വ്യാഖ്യാനമാണ്. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേത്. വെറും നോവലുകളോ കഥകളോ അല്ല, വേദത്തിന്റെ വ്യാഖ്യാനമാണ്. അപ്പൊ അതനുസരിച്ച് വേണം അത് വ്യാഖ്യാനിക്കാൻ. അപ്പോ വനാനി നദ്യോ ഗിരയോ വർഷാണി ദ്വീപസിന്ധവഃ സർവേ കാമദുഗാ ആസൻ പ്രജാനാംബരദർശഭ നാദിവ്യാധിജരാഗ്ലാനി ദുഃഖശോകഭയക്ലമാഃ മൃത്യുശ്ച അനിച്ഛതാം ആസീത രാമേ രാജന്യദോക്ഷജേ. ഏകപത്നീ വ്രതധരോ രാജർഷിചരിതശുചി സ്വധർമ്മം ഗൃഹമേദീയം ശിക്ഷയൻ സ്വയമാചരത് പ്രേമണാനുവൃത്യാ ശീലേന പ്രശ്രയാവനതാ സതി ധിയാ ഹ്രിയാ ച ഭാവജ്ഞാ ഭർത്തുഃ സീതാഹരൻ മനഃ. ഏകപത്നീ വ്രതധരോ രാജർഷിചരിതശുചിഃ സ്വധർമ്മം ഗൃഹമേദീയം ശിക്ഷയൻ സ്വയമാചരത് പ്രേമണാനുവൃത്യാ ശീലേന പ്രശ്രയാവനതാ സതി ധിയാ ഹ്രിയാ ച ഭാവജ്ഞാ ഭർത്തുഃ സീതാഹരൻ മനഃ. രാമൻ സ്വയം സ്വീകരിച്ച വ്രതമാണ് ഏകപത്നീ വ്രതധരഃ. ഏകപത്നീ വ്രതത്തെ ധരിച്ചവൻ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇഷ്ടം പോലെ വിവാഹം കഴിക്കാമായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ എത്രയോ വിവാഹം കഴിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പൂർവീകരൊക്കെ പലരും പല വിവാഹങ്ങളും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ രാജാവ് മറ്റ് വിവാഹങ്ങൾ കഴിച്ചാൽ ആർക്കും ഒന്നും തടയാനുമാവില്ല. അതൊക്കെ രാജധർമ്മത്തിൽ പെട്ടിട്ടുള്ളതായിട്ട് വ്യാഖ്യാനിക്കും. എന്നാൽ രാമൻ ധാർമ്മികമായിട്ട് പൂർണ്ണമായിട്ട് പരിപൂർണമായിട്ട് ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്റെ ഏകപത്നിയിൽ തന്നെ ഉറച്ചു നിന്നു. അവളിൽ തന്നെ സന്താനങ്ങൾ ഉണ്ടാവുന്നു. മറ്റൊരു വിവാഹം കഴിക്കുന്നില്ല. അശ്വമേധയാഗത്തിന് പോലും വസിഷ്ഠൻ നിർബന്ധിച്ചിട്ട് പോലും മറ്റൊരു വിവാഹം കഴിക്കുന്നില്ല. സീതയെ പരിത്യജിച്ചതിന് ശേഷവും കാഞ്ചന സീതയെ നിർമ്മിച്ച് എന്നുവെച്ചാൽ സ്വർണം കൊണ്ട് സീതാ പ്രതിമ നിർമ്മിച്ച് അടുത്തിരുത്തി തന്റെ യാഗങ്ങളെ പൂർത്തീകരിച്ചു. അപ്പോൾ ഏകപത്നീ വ്രതധരഃ രാജർഷിചരിതഃ. രാജാവാണെങ്കിലും ഋഷിയുടെ ചര്യയോടുകൂടിയവനായിട്ട്, ഋഷിയെ പോലെ അകത്ത് ഋഷിയാണ്, പുറത്ത് രാജാവാണെങ്കിലും. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ രാജാവിന്റെ ഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അകത്ത് ഇതൊന്നും തന്റേതല്ല എന്നുള്ള ത്യാഗഭാവത്തോടെ നിസ്സംഗതയോടെ ബ്രഹ്മചിന്തയോടെ കഴിഞ്ഞിരുന്നു. രാജർഷി ചരിതഃ ശുചിഹി, നിഷ്കളങ്കനായിട്ട് നിർമ്മലനായിട്ട് എന്നൊക്കർത്ഥം. ശുചിഹി. അദ്ദേഹം എന്ത് ചെയ്തു? ഗൃഹമേദീയം സ്വധർമ്മം ശിക്ഷയൻ സ്വയം ആചരത്. ഗൃഹമേദീയം ഗൃഹസ്ഥാശ്രമത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള സ്വധർമ്മത്തെ ശിക്ഷയൻ ലോകത്തിന് മാതൃകയായി പരിശീലിപ്പിക്കുന്നവനായിക്കൊണ്ട് സ്വയം ആചരത്, സ്വയം ആചരിച്ചു കാണിച്ചു, എല്ലാവർക്കും മാതൃകയായി കാണിച്ചു. നീ പ്രേമണ അനുവൃത്യാ ശീലേന പ്രശ്രയാവനതാ സതി സീതാ ധിയാ ഹ്രിയാ ഭാവജ്ഞാ ഭർത്തുഃ മനഃ അഹരത്. സീതാദേവി ഭർത്തുഃ മനഃ അഹരത്, ഭർത്താവിന്റെ മനസ്സിനെ ഹരിച്ചു. മനോഹരിയായിരുന്നു, അല്ലെ? മനസ്സിനെ ഹരിക്കുന്നവളായിരുന്നു. ആരുടെ? ഭർത്താവിന്റെ. എങ്ങനെയൊക്കെ? പ്രേമണ, പ്രേമം കൊണ്ട്, ഭർത്താവിനോട് കാണിക്കുന്ന പ്രേമം. അനുവൃത്യ, അനുവൃത്തി, അനുവർത്തനം, അനുസരണം. എന്താണോ രാമൻ സീതയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് തന്നെ പ്രവർത്തിച്ചുകൊണ്ട്, പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ
അത് മുൻകൂട്ടി കണ്ട് പ്രവർത്തിച്ചു. സതീ ശീലേന, ശീലം നല്ല ചാരിത്ര ശുദ്ധി കൊണ്ട്, സ്വഭാവ ശുദ്ധി കൊണ്ടും, പ്രശ്രയ അവനത, പ്രശ്രയം വിനയം, അവനതം നമസ്കാരം, അപ്പോ അടക്കവും താഴ്മയും ഉള്ളവളായിട്ട്, വളരെ ഹ്യൂമിലിറ്റിയോട് കൂടിയിട്ട്, വളരെ വിധേയയായിട്ട്, സതീ പതിവ്രതയായിട്ടുള്ള സീത, ആ സീതാദേവി, ധിയാ ബുദ്ധി കൊണ്ടും, ഹ്രിയ ലജ്ജ കൊണ്ടും, ഭാവജ്ഞ ഭാവമറിയുന്നവളായിട്ട്, രാമന്റെ ഭാവം, രാമന്റെ ഇംഗിതം അറിയുന്നവളായിട്ട്, ഭർത്തുഹു മനഃ അഹരത്, ഭർത്താവിന്റെ മനസ്സിനെ ഹരിച്ചു. എന്നാൽ രാമൻ എന്ത് മനസ്സിൽ കാണുന്നുവോ അത് അതുപോലെ തന്നെ ചെയ്തുകൊണ്ട് സന്തോഷിപ്പിച്ചു. ഒന്നും പറയാനിട വരുത്തിയിട്ടില്ല. പറയുന്നതിന് മുമ്പ് തന്നെ രാമന്റെ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട്, മനസ്സ് വായിച്ചെടുത്തുകൊണ്ട്, ഒരു നോട്ടം തന്നെ ധാരാളം മതിയാവും സീതയ്ക്ക് മനസ്സിലാവാൻ. അപ്പൊ അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഉണ്ടായിരുന്നില്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. വളരെ നല്ല രീതിയിൽ അവരുടെ വിവാഹബന്ധം, ദാമ്പത്യ ജീവിതം കഴിച്ചുകൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം രാമായണം യുദ്ധകാണ്ഡ പര്യന്തമുള്ളതായിട്ടുള്ള കഥ അവസാനിക്കുന്നത്. ഇനി തുടർന്ന് രാമന്റെ അശ്വമേധയാഗവും അല്ലെങ്കിൽ മറ്റ് കഥകളുമെല്ലാം തുടരുന്നു. നാളെ ഇല്ല, മറ്റന്നാൾ കാണാം. നമുക്ക് മറ്റന്നാൾ നോക്കാം. നാളത്തെ ആള് വിളിക്കുന്നു സപ്താഹത്തിന്റെ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സൂര്യവംശ നിരൂപണ പ്രകരണേ ശ്രീരാമപ്രാദുർഭാവ നിരൂപണം നാമ ദശമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. അപ്പോ ഇടവമാസത്തിൽ തന്നെ രാമായണം നമ്മൾ ചുരുക്കി കണ്ടു. കർക്കിടക മാസത്തിൽ രാമായണ മാസം വരുന്നതിന് മുമ്പേ ഒരു തയ്യാറെടുപ്പ്, മാനസികമായിട്ട് രാമായണം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി നമുക്ക് കർക്കിടകത്തിലേക്ക്, രാമായണ മാസത്തിലേക്ക്. ഇന്ന് മിഥുനം 1 അല്ലേ? ഇന്ന് മിഥുനം 1. ഈ മാസം കഴിഞ്ഞാൽ കർക്കിടകം രാമായണ മാസം. അപ്പൊ അവിടേക്കുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു ഈ ഭാഗവതത്തിലെ രാമായണം നമുക്ക് അനുഗ്രഹമായി. അപ്പോൾ മറ്റന്നാൾ നമുക്ക് ഇതിന്റെ കഥ തുടരാം. സൂര്യവംശം, രഘുവംശം അല്ലെങ്കിൽ രാമന്റെ വംശം, ലവകുശന്മാരെയും അവരുടെ പിന്നീടുണ്ടായിട്ടുള്ള രാജാക്കന്മാരെയും എല്ലാം കഥകൾ ചുരുക്കി വർണ്ണിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ 13-ാം അധ്യായത്തിലെ നിമി വംശം, നിമിയുടെ ചരിത്രം കൂടി കഴിഞ്ഞാൽ സൂര്യവംശ കഥനം കഴിഞ്ഞു. പിന്നെ പുരൂരവസിന്റെ കഥയിലൂടെ ചന്ദ്രവംശം ആരംഭിക്കുന്നു. അത് നമുക്ക് തുടരാം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാരായണ. ഹരി ഓം. ഹരി ഓം.